ശ്രുതിയായി നീ വന്നു എന്നുള്ളിൽ പറയാത്ത ഒരു പ്രണയം പതിയെ പാടുന്നു. മിഴിയിൽ ഒരു നനവായി നീ അലിഞ്ഞു എൻ കണ്ണിൽ, കാണാത്ത ഒരു കാതം കണ്ണിൽ കാണുന്നു. പറയാൻ മറന്ന പ്രണയം പൂക്കുന്നു, മറയാതെ മനസ്സിൽ നിന്നും നീ. പകരാൻ തുടിച്ച് പ്രാണൻ പിടയുന്നു, കരയാതെ നെഞ്ചിൽ എന്നും തീ. മൊഴിയിൽ ഒരു ശ്രുതിയായി നീ വന്നു എന്നുള്ളിൽ പറയാത്ത ഒരു പ്രണയം പതിയെ പാടുന്നു. മിഴിയിൽ ഒരു നനവായി നീ അലിഞ്ഞു എൻ കണ്ണിൽ, കാണാത്ത ഒരു കാതം കണ്ണിൽ കാണുന്നു. എന്നിലെ എന്നെ ഞാൻ തേടി അലയുന്നുവോ, നിൻ കണ്ണിലെ മറുകിലായി മിന്നി മറയുന്നു. പിന്നിലെ വിരഹമേ നീ ഓടി അകലുന്നുവോ, നെഞ്ചിലെ ചൂടിനാൽ വെന്തുരുകുന്നു. ഉള്ളിലെ നോവലോ ഉരുകിയൊഴുകുന്നു, നിൻ ചുണ്ടിലെ രേഖയിൽ. ഇന്നലെ തിങ്കളോ കുരുങ്ങിക്കിടക്കുന്നു നിങ്ങളുടെ ചുരുളിൽ. പറയാൻ മറന്ന പ്രണയം പൂക്കുന്നു, മറയാതെ മനസ്സിൽ നിന്നും നീ. മൊഴിയിൽ ഒരു ശ്രുതിയായി നീ വന്നു എന്നുള്ളിൽ പറയാത്ത ഒരു പ്രണയം പതിയെ പാടുന്നു. മിഴിയിൽ ഒരു നനവായി നീ അലിഞ്ഞു എൻ കണ്ണിൽ, കാണാത്ത ഒരു കാതം കണ്ണിൽ കാണുന്നു. നോവില്ല ഇന്നലെകൾ, ഇനിയില്ല നാളെകൾ, ഇനിയെന്നും നീയുള്ള നാളുകൾ. എന്ത് സുഖാലേ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് മൂത്രമൊഴിക്കാനായിട്ട്. എന്തായാലും പിടിക്കണം. പിടിച്ചിട്ട് തന്നെയാണോ ഒഴിക്കണേ? ഇത് പിടിക്കണ കാര്യമില്ലടാ, അവനെ പിടിക്കണ കാര്യം. ആ ജിഷ്ണുവിനെ. ജിഷ്ണു അല്ലടാ, വിഷ്ണു. ആ വിഷ്ണു, അങ്ങനെ വിഷ്ണു. നിനക്ക് അവൻ ഓർമ്മയില്ലേ? എടാ ഞാൻ ആ പഴയ സ്പോർട്സുകാരനല്ലേ, എനിക്ക് ക്ലാസ്സിൽ തന്നെ കയറിയത് ഓർമ്മയില്ല. പിന്നെയാണ് വിഷ്ണു. നിനക്ക് അവന്റെ ബാത്റൂം വെച്ചിട്ട് ഓർമ്മയുണ്ടോ? ആ ബോധമില്ല തന്നെ എല്ലാരും കൂടി ബാത്റൂം എടുത്തോണ്ട് ഓർമ്മയുണ്ട് നിനക്ക്? അതെനിക്ക് ഓർമ്മയുണ്ട്. ബോധം വന്നപ്പോഴേ നീ അവനെ തിരിച്ചടിക്കാന്ന് ഒരു വാക്ക് തന്നിരുന്നു, അത് ഓർമ്മയുണ്ടോ? അതെനിക്ക് വലിയ ഓർമ്മ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടികൊണ്ട് എനിക്കാണ്. എന്തായാലും തിരിച്ചടിക്കണം. ബോധമില്ലാത്തപ്പോ കൊടുത്താൽ മതിയായിരുന്നു. എന്ത് വേദനയാന്നറിയോ? നീ എന്ത് ഇങ്ങനെ ഇരിക്കണേ? എൻ്റെ ഡ്രൈവിംഗ് അത്ര മോശമായിരുന്നോ? അതല്ലടാ ഞാൻ ആലോചിക്കുന്നത്, ഈ അലീന ഇത് എന്ത് കണ്ടിട്ട് ഈ കോന്തനെ കിട്ടുന്ന. നീ സ്പോർട്സ് മാനല്ലടാ പണ്ടത്തെ. സ്പോർട്സ്മാൻ സൂപ്പർമാൻ ഒന്നല്ലല്ലോ. എടാ ഞാനോളും കുറേ നാൾ പ്രേമിച്ച് കിടന്നതല്ലേ, അതാളുകൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവളിവനെ കെട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇമേജിനെ നന്നായിട്ട് ബാധിക്കും. ഇവ കുറച്ച് സ്റ്റാൻഡേർഡിൽ ഒരുത്തിന് നോക്കാൻ പാടില്ല. അതാണ് എൻ്റെ പ്രശ്നം. പ്രതികാരം തീർക്കണം നമുക്ക്. എടാ ഈ വിളിക്കാത്ത പരിപാടിക്കൊക്കെ ഞാൻ വരേണ്ട വല്ല കാര്യണ്ടാ? നമ്മളൊരു തുള്ളി മദ്യപാനില്ല, അവന് ഇട്ടിക്കണം. 10 കൊല്ലം ദേഷ്യം അവന് ഇട്ടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, മനസ്സിലായ? മദ്യപാനം കള്ളും കൂടെ നീ പറയണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവള് നിന്റെ കണ്ണീര് കാണാതിരിക്കാൻ ഇഷ്ടാണെന്ന് പറഞ്ഞതാണെന്ന്. ഒന്ന് പോയടാ, ഒന്ന് അവക്കാണ് നഷ്ടം. പിന്നെ അവളോടുള്ള ഗ്രഡ്ജ് വെച്ച് കല്യാണത്തിന്റെ പരിപാടിക്ക് പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. എൻ്റെ അളിയ, ഞാൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്നിട്ട് വേണം ചില സത്യങ്ങളൊക്കെ തെളിയിക്കാൻ. അവരൊക്കെ എവിടെയാണോ? വാ ഇറങ്ങാം. കഴിച്ച മന്തി തയ്ച്ച്
തന്തനെ വീണ്ടും വിളിക്കണ? വേണ്ട. എവിടെയായിരുന്നു? തന്ത പറഞ്ഞല്ലോ കക്കൂസിലെന്തോ വലിയ ചർച്ചയാന്ന്. ചർച്ചല്ലടാ പിശാച ഛർദി. എങ്കിടെ പെട്ടിരുള്ളിക്ക ഉറങ്ങിപ്പോ. പെട്ടില്ല പിന്നിലേക്ക്. എടാ കളിയുടെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങേരെ പിള്ളേരായിരിക്കുന്നു. അതാവുമ്പോ പിന്നെയും കുഴപ്പമില്ല. എന്താണ് കവറില്? ഇതാ ഇത് കഞ്ചാവിന്റെ കുറച്ച് വിത്ത് കിട്ടിയത്. എടാ അതൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞ് പോലീസ് കേസ് എടുക്കും. അതിന് ഞാനല്ല എൻ്റെ അച്ഛനാണ് ഇതൊക്കെ ചെയ്യാറ്. അങ്ങേരെ ചേരെടുക്കണേന്ന് ഞാൻ കുറച്ച് പൂവും കായൊക്കെ തപ്പിപ്പിടിച്ച് നല്ല നാടൻ പശുവും പാലില് തിളപ്പിച്ച് ചായ ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചു. മകന്റെ തരിപ്പും. പഴയ പ്രാന്തിനൊരു മാറ്റില്ല അല്ലേ? വലിയ തലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. പക്ഷെ അപ്പൊ തൊട്ട് ഒടുക്കത്തെ വയറുവേന ഛർദിയോട് ഛർദിയാ. ഈ കാറിലൊന്നും ഛർദിക്കല്ലേ, അളിയന്റെ വണ്ടിയാണ്. ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചാ. അതിന് നിന്റെ ഈ പരട്ട കാറിലല്ല ഞാൻ ഛർദിക്കണത്. അതിനല്ലേ ഞാൻ ഈ ഗൗരവം നേക്കണത്. അതെന്നെ പറഞ്ഞ ഇവിടെ പറ്റില്ലാന്ന്. എനിക്ക് ആരെങ്കിലും ഛർദിക്കണ സ്മെല്ല് കേട്ടാലുണ്ടല്ലോ എനിക്ക് വാള് വരും. തന്ത വൈബായിട്ട് പുണ്ട സ്വഭാവത്തിന് മാറ്റില്ല നിനക്ക്. സോജൻ പറ്റിച്ച പാലിൻ്റെ 650. അയ്യോ മാഡം. ഹലോ, ആ പറഞ്ഞോ. ഇന്നവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വർക്ക് പാലടയുടെ പ്രമോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രൊമോ ആക്കണ്ട മാഡം, ഫുള്ള് ഇവിടെ ഷൂട്ട് ചെയ്തോ. വേറൊന്നല്ല, പ്രമോ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ലല്ലോ. ആ കുഴപ്പമില്ല മാഡം, നമ്മുടെ സ്ഥിരം സ്ഥലമല്ല മാഡം. പിന്നെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓണറിൻ്റെ കെയർ ഓഫിലൊരു 3 മുറി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മാഡം പേടിക്കണ്ട, മാഡത്തിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഞാനിവിടെ ശരിയാക്കി തരാം. ഈ കണക്കൊക്കെ പഠിച്ചിട്ട് എന്ത് ജോലിക്കാ പോണു നീ? ഞാൻ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറല്ലേ. വെല്ലോണ്ടി പശുവിനെ മേയാൻ വിടുമ്പോ അതിനെ കത്തി കാണിച്ച് പേടിപ്പിച്ച് ആ പാല് പകർക്കുന്നതല്ല നിന്റെ അച്ഛന്റെ പണി. അതിലെവിടെ പാർട്ണർഷിപ്പ്? അതൊക്കെ ആരെങ്കിലും വരുന്നോ നോക്കാനായിട്ട് അങ്ങനെയല്ല. അച്ഛനത് സംഭരിക്കും, ഞാനത് മറ്റ് ചീര കർഷകരുടെ ഇടയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നേരിട്ട് കൊണ്ടുപോയിട്ട് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കും. മതി എന്നോട് സംസാരിക്കാൻ നിന്നാലേ നമ്മള് പാർട്ടിക്കൊന്നും പോവില്ല. കോപ്പ് എത്ര മണിക്കൂറായി അറിയൂ? നോക്കി നീ സമയം നോക്കി നീ. അത് മാത്രല്ല നിന്റെ തന്തയോട് സംസാരിച്ച പാവം തീരാൻ ഏത് അമ്പലക്കുളത്തിൽ കുളിക്കണം. അപ്പം നമ്മുടെ നിമ്മി വരും, നിമ്മിയുടെ കൂടെ മാനേജർ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫറും വരും കേട്ടോ. ഓക്കെ, പിന്നെ പുള്ളി പുതിയ ആളാണ്, വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. അത് മാഡം പേടിക്കണ്ട മാഡം, ഞാനെല്ലാം വേണ്ട രീതിയിൽ ചെയ്തുകൊണ്ട്. ആ മാഡം, പിന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു എനിക്ക് അഭിനയിക്കാനായിട്ട്. മാഡം ഞാൻ ചെറുപ്പത്തിൽ മൈമൊക്കെ ഒരുപാട് സ്കൂൾ ടൈമിൽ ചെയ്തിട്ടുണ്ട്. ഇതിനാകുമ്പോൾ പിന്നെ ഡയലോഗിൻ്റെ ആവശ്യമില്ലല്ലോ. മൈമല്ലേ, മിണ്ടാതിരി. ഓക്കെ, അത് പിന്നെ നോക്കാം. പിന്നെ മാനേജറുടെ കയ്യിൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് പോകുമ്പോൾ തന്നെ ഏൽപ്പിക്കും. ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ വീഡിയോഗ്രാഫർ വന്ന് ചോദിക്കും, അപ്പൊ താനത് അയാളെ ഏൽപ്പിക്കണം. ഓക്കെ, അതുവരെ അത് സേഫ് ആയിട്ട് തന്റെ കയ്യിലിരിക്കണം. മാഡം അത് പേടിക്കണ്ട മാഡം, അത് ഞാൻ വേണ്ട രീതിയിലൂടെ ചെയ്തുകൊണ്ട്. ഒരെണ്ണം കത്തിച്ചിട്ട് പോയല്ലോ. അത് നല്ല പരിപാടിയാ. ഇനി അവിടെ പോയ പരിപാടിയൊന്നും നടക്കില്ല. നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ കൊണ്ടുവന്നില്ല, ഞാൻ കൊണ്ടുവന്നില്ല. കഷ്ടമാണ്. ഗോൾഡ് മതി മതി, ഗോൾഡ് മതി. ടാടാ ഇവിടെ ഇല്ല, ഇവിടെ സ്മോക്കിംഗ് സൗണ്ട് ഇല്ലേ? ചേട്ടാ ഒരു കാര്യം ചോദിക്കാണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. അതിന് ചേട്ടനെ ഞങ്ങൾ അറിയൂ. അല്ല, ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണാണ്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ഇവിടെ ബാച്ചിലർ പാർട്ടിയുടെ ഫംഗ്ഷൻ തുടങ്ങിയ? ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. കുറച്ച് ലേറ്റായി. തുടങ്ങിയ? ഇല്ല, ഞങ്ങൾ ഭാഗ്യം. ചേട്ടാ ചേട്ടാ, അതെ, ഇത് എവിടെ വെച്ചാ വലിക്കുക? ആദ്യമായിട്ടാണല്ലേ? ഇത് സിമ്പിളാണ്. ലൈറ്റർ ഉണ്ടോ? ലൈറ്റർ വെച്ചിട്ടുണ്ടോ? വലിക്കുക, അത്രയുള്ള കേസ്. പിടിച്ചേ. താങ്ക് യു. ഇതെങ്ങനെയാ വലിക്കാന്നല്ല, ഇത് എവിടെ വെച്ചാ വലിക്കാന്നാ ചോദിച്ചത്. അപ്പുറത്ത് വല്ല മൊന്തയുണ്ടാവും, അവിടെ പോയിരുന്നു വലിക്കും. ഞാൻ പറഞ്ഞാണ് സാധനടാ, അവളുടെ വല്ല ബന്ധുവായിരിക്കും. കുറച്ച് തിരക്കുണ്ട്. എടാ നീ എവിടെയായിരുന്നടാ? ഞാൻ നേരം വൈകുന്ന വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോ? രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഒരു പുകയരമണം? അത് പുറത്താരെങ്കിലും കത്തിക്കുണ്ടാവും. അല്ല, നിന്റെ അണ്ണാക്കിലല്ലോ. അല്ല. എടാ ഇതെന്താടാ? കേസ്. വേസ്. ഞാനാരടാ? മാനേജർ. എടാ ഇതൊക്കെ ഞാനാ ചെയ്യുന്നത്. സോജ, നീ ചെന്ന അവിടുന്ന് പൊട്ടണത്, ഉടയണത്, ചണങ്ങണത് എല്ലാ സാധനങ്ങളും അവിടെ നിർത്ത് മാറ്റി വെച്ചടാ. അതെ, ഇവന്മാര് മഹാലമ്പ് ടീമോളാ. അതോടെ ഇൻഡോർ കൊടുക്കാണ്ട് ഔട്ട്ഡോർ കൊടുത്തിരിക്കുന്നത്. ഇവന്മാര് ഈ കല്യാണം കലക്കുന്ന പറഞ്ഞേക്കണേ. അടിപൊളിയല്ലേ? അതല്ലടാ, ഇത് പൊളിക്കുന്നു. നമ്മളും പൊളിക്കും. എടാ ഇത് കൊളാക്കുന്നു. ഏയ്, അതെ, ഇവര് മുതലാളിയുടെ കൂടെ പഠിച്ചിട്ടുള്ള ടീംസാ. ചെക്കൻ്റെ ടീംസ് എന്ന് പറഞ്ഞാൽ ബികോമും പെണ്ണിന്റെ ടീംസ് എന്ന് പറഞ്ഞാൽ മാക്സും. ഇവന്മാര് പണ്ടേ അലമ്പാ നേരിൽ കണ്ട ഇടിയാന്ന് പറഞ്ഞാണ്. അപ്പോ മുതലാളി ബികോമാ? ഏയ് അത് മാക്സാ? ഏയ്
മുതലാളി പോട്ടണേ, അതല്ല അയാളെ വാഴജോഷി എന്ന് വിളിക്കണേ. ഓ അതിന്റെ ഗുണമൊന്നും ആള് കാണിക്കണില്ലല്ലോ. അല്ല നീ എന്താ ഉദ്ദേശിച്ചേ? നവകേരളത്തിനായി പുകയില്ല മയക്കമില്ലാത്ത കഞ്ചാക്കൾ. കഞ്ചാക്കളാ സോജ, നിനക്ക് ഓർമ്മയുണ്ടാ നീ ഇവിടെ തവള ഗോട്ടിക്കായ കഴിച്ച മാതിരി ഇവിടെ കിടന്ന് മെഴുകിയത്? സോജ നീ ഇതെവിടെയെങ്കിലും കൊണ്ടുവച്ചേ? ഇതെവിടെ വെക്കാനാ? എവിടെയെങ്കിലും കൊണ്ടുവെക്കടാ. ഇവനെന്തിനീ മയക്കല്ലാത്ത കഞ്ചാവ്? ഇവനിത് എവിടേക്ക് പോണ്? ഡാ വിഷ്ണു, വിളിക്കണത് ഓടിത്തി പിടിക്കണോ? നീ വണ്ടി നിക്കണത് പോയിക്കൊണ്ടിരിക്കണോ? നീ എവിടെ? ഇത് ഞാനിവിടെ ഉണ്ട്. ഇടാ ഇവിടെ എവിടെ? തിരിഞ്ഞോക്ക്. ദാ കണ്ടില്ലേ? ആ നീ എവിടേക്ക് പോണേ? നിക്കറക്കിട്ട് നിക്കാണല്ലോ ബ്രിൻഡോ മോൻ. ഒലിച്ചൊലിച്ച് വരുന്നുണ്ട് സ്ലോ റൈഡർ. ഇത് അച്ഛൻ വെക്കോ? വീണ്ടും അങ്ങോട്ട് പോണു. എന്താ ഇട്ടിട്ട് കളിക്ക? അല്ല അപ്പൊ നീ എന്നെ കണ്ടില്ലേ? ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു മണിച്ചിത്ര താഴെ ഉണ്ട് ഡോക്ടേഴ്സ് ആണ് തിരിച്ചു പോയില്ലാന്ന്. നീ ഇന്നലെ എവിടെ കിടന്നേ? ഞാൻ എന്റെ വീട്ടില് വേറെ എവിടെ കിടക്കാൻ. അല്ല ഈ വണ്ടി കൊണ്ട് ഇപ്പൊ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നീ ഇന്നലെ പുറപ്പെടണേ, അതുകൊണ്ട് ചോദിച്ചതാ. എടാ ബ്രിൻഡോ ജോസ് കള്ളവെടിയിൽ. എടാ കള്ളവെടിയില്ലല്ലടാ, കളവേടി. അല്ല ബ്രിൻഡോ ജോസ് നീ എന്നെ കൂടി തെറ്റിക്കല്ലേട്ടാ. ബ്രിൻഡോ ജോസ് കളവേലിയിൽ. എടാ നിന്റെ വീട്ടുപേര് കള്ളവെടിയിലായത് നീ വെച്ചിട്ടല്ല, നിന്റെ അച്ഛൻ വെച്ചിട്ട്. പുള്ളി കിടന്നൊരു സ്ഥലത്താ കിടന്ന്, അറിയണോ? നിന്റെ ഈ ഡയലോഗ് അടിക്കുന്ന സ്പീഡിൽ വണ്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഗുണം ഉണ്ടായിരുന്നു? കേറാൻ നോക്ക്. പോവാ. നീ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിന് മുമ്പെങ്കിലും എത്തണ്ട അവിടെ. എന്തീ ശബ്ദം? അതൊക്കെ ഉണ്ടാവും, വണ്ടിയല്ലേ. വണ്ടിയാന്ന് തോന്നിക്കാനെങ്കിലും വർഷത്തിൽ കാണിച്ചോട്ടോ. എഞ്ചിൻ കംപ്ലൈന്റ് ആണെങ്കിലും നല്ല സീറ്റാണ്. ആദ്യമായിട്ട് വാള് വെച്ചോണ്ട് ഒരു പാർട്ടിക്ക് പോണ്. വാള് വെക്കാനാ? അവന്റെ പരിപാടിക്ക് ചെന്നിട്ടാണ് അത് കലക്കാനായിട്ട്. അവനൊരു പാവലടാ, അവനെ നമുക്ക് രക്ഷിക്കണ്ടേ? നീ തമാശ കളിക്കല്ലേ? കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും പെണ്ണ് സെറ്റ് ആവട്ടെ. തമാശ ചക്കക്കൂട്ടാൻ പോലെ ആക്കരുത്. അതെ ഞാൻ കലക്കും. ജലന്ധർ നിന്റെ പഴയ സ്വഭാവം കാണിച്ച് ഞാൻ പിടിച്ച് പൊത്തും. നമ്മുടെ മാത്യൂസിന്റെ കല്യാണ, നീ വെറുതെ തമാശ കളിക്കില്ലേ? കലക്കും. കൊള്ളാം, ഡ്രില്ല് നടത്താൻ പറ്റിയ സ്ഥലം. അട്ട വയറ് കുറയ്ക്കടാ, പീട്ടി മാഷാണ് പോലും. കുറയ്ക്കണം എന്ന് വിചാരിക്കും. ഓരോ ദൂരികൾ ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് വിളിച്ചോണ്ട് വരും. ഏതു ദൂര്? ഞാനല്ലേ നടക്ക്. എടാ തെണ്ടി, എനിക്ക് വാള് വെക്കാൻ വരണടാ. ആ പിശാശ് വിളിക്കുന്നുണ്ട്. എവിടെയാ കൊണ്ടുവച്ചത്? അയ്യോടാ എനിക്ക് ഛർദിക്കാൻ വരണടാ. ആടാ പറഞ്ഞോ. എന്നെ വിളിക്കാത്ത പാർട്ടി ഞാൻ കൊളാക്കൂടാ. നീ അത് ആക്കു കോപ്പ്. തെണ്ടി എനിക്ക് വാള് വെക്കാൻ വരണടാ. ഞാൻ ഛർദിക്കാൻ കൊണ്ട കവർ എന്തിയേ? ഛർദിക്കാൻ അവന്റെ ഒരു അളിയന്റെ കാറല്ല, അളിയന്റെ ജലന്ധര ഒന്നല്ലേ കണ്ടിക്കറ തെണ്ടി കോപ്പ്. അമ്മേ തിരിച്ചിന് തന്നെ വണ്ടി ഓടിക്കണം. നീ ആരെ കൊല്ലാനാടാ വണ്ടി ഓടിക്കണം? ഭ്രാന്ത് പിടിപ്പിക്കണ്ടേ? താൻ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട. നീ ആരാടാ എന്നോട് തൃശ്ശൂർ വന്നിട്ട് നീ എന്നോട് നാവാടേ? അതിനോട് ആർക്കട തീരും? ആർക്കാ? പാലടദാസിന്. പാലടദാസാ? ഞാൻ തകിട്ടുപൊടി ദാസാടാ. ജല ഒന്നെനങ്ങാണ്ടിരിക്കടാ. കൊല്ലാനാണോ നീ? വാടാ, ഞാൻ അവിടെ നിക്കണ്ടാ. വാടാ, നീ വരണ്ട, നീ അവിടെ തന്നെ നിന്നോ. ഞാനേ നിനക്കൊരു സാധനം കാണിച്ചു തരാട്ടോ. എന്റെ കയ്യിലുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. കാണാം. നീ പുറത്തുപോയി വാളേക്ക്. ഞാൻ ഇവിടെ വെച്ചിരുന്ന കവർ എന്തിയേ? നീ അതെടുത്ത് തിന്നാ. ഹായ്, ആരവരൊക്കെ? ഇതാടാ കല്യാണ ചെക്കനും പെണ്ണും വേറെ പരിപാടിക്ക് നമ്മൾ വന്നിക്കണം. ഇതില് പെണ്ണാണ് ചെക്കനാണ് നമ്മുടെ കൂടെ പിടിച്ചത്? നമ്മുടെ ലീനയുടെ നമ്മുടെ കൂടെ പിടിച്ചത് പെണ്ണ്. അപ്പൊ മറ്റോന് തുപ്പണം.
എന്താ വൈകിയേ? ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി, അതാ വൈകി. കയ്യിൽ വെച്ചോ. ഗുഡ് മോർണിംഗ് അലീന, അവിടെ വീട്. ഇയാൾക്ക് എന്നെ കണ്ടൂടെ? അലീന, അലീന. ചാടി പിടിക്കണ്ടല്ലോ. ഇത് നമ്മുടെ സ്പോർട്സിലുണ്ടായിരുന്നത്. മനസ്സിലായി. തീരട്ടെ. ഇപ്പൊ കണ്ടാ മനസ്സിലാവാത്തോണ്ടാ. സെറ്റപ്പ് ഒക്കെ കൊള്ളാം. വാട്ടെ, അല്ല, വാട്ടെ, നമുക്ക് ഒന്ന് മാറി കേട്ടോ. കുറച്ചാ മതിയാ. ഇവനൊക്കെ ആരാ? കല്യാണം വിളിച്ചിട്ടുണ്ടോ നീ? അവരൊക്കെ ഫ്രണ്ട്സാ. ഏത് ഫ്രണ്ട്സ്? വല്ലപ്പോഴൊക്കെ വരണം. വണ്ടി തട്ടി ഞാൻ കണ്ടുട്ടാ. എന്താടാ തൃശ്ശൂർ രക്ഷദാസല്ലടാ, തകിടുപൊടിദാസടാ, തകിടുപൊടിദാസ്, മനസ്സിലായടാ? അന്ന ഇന്ന് നീ തൃശ്ശൂരില്ലടാ, ഞാനും തൃശ്ശൂർ തന്നെ നിൽക്കുന്നേ. കവറിലേക്ക് വാളില്ലാട്ടോ. ഞാൻ വരടാ, കൊട്ടേഷൻ ആണടാ. കൊല്ലും, ഞാൻ കൊല്ലും. നോക്കിക്കോ. എന്തിനീ വഴി വന്നത്? തിരിഞ്ഞു. ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്ന. ഇതേതീ മടുകൻ ഓരോ കള്ളൂടിയന്മാര് വന്നിട്ട് ഇവിടെ അലമ്പുണ്ടാക്കുക. ശരിയാക്കി ഞാൻ പിള്ളേരും കൊണ്ട് വരട്ടോ. എന്തിന് ഫോൺ വെച്ചിട്ട് പോണോ? കൊല്ലണം. ചെല നിന്നെ ഞാൻ കൊല്ലും. മര്യാദക്ക് ഡോർ തുറന്നിട്ട് വാള വെക്കറാ. ഒരാളല്ല കുഴി പോയത്, ഡോറിനൊന്നും പറ്റിയില്ല. എടാ ബോഡി കുറച്ച് പ്രശ്നമാണേലും ഇലക്ട്രിക് വണ്ടിയെക്കാളും മൈലേജ് കാണൂലോ, അത് ഉറപ്പല്ലേ. ഇലക്ട്രിക് വണ്ടികളും പതുക്കില്ലേ പോണേ. എടാ നാറ് നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുവേ, ബസ് പിടിച്ച് വരേണ്ടി വരും. എടാ ജോയ് മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വർഷമായ പ്രശ്നടാ ഈ ബികോമും മാത്സും തമ്മിൽ. കണ്ട തമ്മി തല്ലല്ലേ ഇത്രയും വർഷമായിട്ട്. അതെ, എനിക്ക് മനസ്സിലാണല്ലോ ഈ റീയൂണിയൊക്കെ ഇത് എന്താ സംഭവിക്കണം. എടാ അവളെങ്ങനെ അവന് സെറ്റായടാ? നീ അവളുടെ കേസ് വിട്ടാടാ എപ്പോഴും തന്നെ. അല്ലടാ, നമ്മുടെ മാത്യൂസിന് എന്ത് പറ്റി? മാത്സിലെ പെണ്ണ് കേട്ടാ. ചില അല്പന്മാരൊക്കെ അങ്ങനെയാടാ, അർദ്ധരാത്രിയും കൂളിംഗ് ഗ്ലാസ് വയ്ക്കും. അല്ല, നീ ഇപ്പോഴും ആ ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. അതല്ല, നമ്മള് ഇവനീ മാത്യൂസ് കാണാൻ പറഞ്ഞിട്ടല്ലേ അവരൊന്നും നോക്കാൻ പറ്റാഞ്ഞേ. അതൊരു പോയിന്റ് അല്ലേ? എത്ര എണ്ണത്തിനെ തെറിപ്പിച്ച്. എടാ ഈ വരുന്നവന്മാരൊക്കെ പഴയ ഗ്രഡ്ജ് വെച്ചിട്ട് തന്നെ വരുന്നത്. പഴയ സീനൊന്നും ഒരുത്തിനും മറന്നിട്ടുണ്ടാവില്ല. എടാ 10-30 വയസ്സായി, ഇനി ഇതിന്റെ പിന്നാലെ ആര് പോവാനാ? 30 വയസ്സ്. എടാ ഗേറ്റ് കണ്ട, അത് കഴിഞ്ഞ എല്ലാവന്മാരും പഴയ 18. ആ വീറും വാശിയൊക്കെ എല്ലാവന്മാരും മൈൻഡിലുണ്ടാവും. അപ്പോ അലമ്പുണ്ടാവും. ഉണ്ടാവുമെന്നു നീ നോക്കിയോ. അപ്പൊ പരിപാടി കലങ്ങൂ. കലങ്ങും, ഇല്ലെങ്കിൽ കലക്കും. കലങ്ങും. ബെസ്റ്റ്. കറണ്ടും പോയാ? എന്താ പുൽക്കൂട്? കഴിഞ്ഞ ഇത്ര ഉള്ളോ? ഇതാണോ തന്തയുടെ ലൈറ്റിംഗ്? എന്തത് പാർട്ടി അല്ലേ? വെളിച്ചില്ല. കഴിഞ്ഞ പോലത്തെ ബൾബാണല്ലോ, നല്ല വെളിച്ചില്ലേ? വെറുതെ. ഹലോ, എന്തായാലും നമ്മളെ കണ്ടിട്ട് മൈൻഡില്ലല്ലോ. ജോയ് മോനെ സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഇത് ജോയ് മോൻ. ഫ്രം ദുബായ്. ദുബായ്. അളിയ എന്താ ഹാൻഡ്സ് ഇല്ലാട്ടാ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? വെപ്പില്ലെന്ന ആണോ? ടൈപ്പിലാണോ? ഒന്നുമില്ലടാ, നമ്മളിങ്ങോട്ട് മാറിന്ന് സംസാരിക്കുമ്പോഴേ അവളൊന്ന് ടെൻഷൻ ആവും. ഒന്ന് തിരിഞ്ഞേ. അവൾക്കേ കോപ്പ് കേറും. മാറടാ അവന്റെ ഒരു തെണ്ടി. അലീന എന്താ പോയില്ലവൻ. എന്റെ അലീനെ പുറത്തൊക്കെ ആകെ തണുപ്പല്ലേ? നീ ഡ്രസ്സിന്റെ മുകളിൽ ഒരു കോട്ടിട്. ഇതിന്റെ മുകളിൽ കോട്ടോ? എനിക്കിവിടെ ആരും വിശ്വാസമില്ല. നീ ഇപ്പൊ തന്നെ കോട്ട് എടുത്തിട്ട് കുഴി വീണതാരോടും പറയണ്ടേ. അലീന എന്താടാ വൈകി? വരണ വഴിക്ക് ഒരു വാള് കുഴി പോയി. ജലന്ധരേ, അത് കാര്യാക്കണ്ട. പെണ്ണ് സെറ്റായില്ലേ? അതും മാത്തമാറ്റിക്സ്. പിന്നെ എല്ലാരും വന്നോടാ. അതെങ്ങനെയാണ് എനിക്കറിയാം. നീയല്ലേ ഗ്രൂപ്പ് അഡ്മിൻ? അത് പണ്ട്. ഈ കല്യാണം കുറപ്പിച്ച സ്ഥിതിക്ക് ഇത് കലക്ക് ഞാൻ കൈ തരട്ടെ. ഇവനെ ഏതാടാ? ഞാൻ നിന്റെ കൂടെ പഠിച്ച ജലന്ധർ. നക്കിട്ട് പൊക്ക. വാ വാ വാ, കുപ്പി അവളുടെ തന്തേ വാങ്ങി. അച്ചാറാണോ അച്ഛൻ വാങ്ങിച്ചത്? പോടാ, നിന്റെ കല്യാണം ഞാൻ കോളാക്കി തരാടാ. ഓ എടി, അവന്റെ ചെറ്റ കൂട്ടുകാരന്മാര് വന്നിട്ടുണ്ട്. ഷോ, അവന്മാരാണെങ്കിൽ കല്യാണം മുടങ്ങണമെന്ന് വെച്ച് തന്നെ വന്നേക്കണതാ. എനിക്കാണെങ്കിൽ അവന്മാരെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ബ്ലഡി അൺകൾച്ചർഡ് ലോ ക്ലാസ് പീപ്പിൾ. അതുകൊണ്ട് 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 നീ വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. ഓ പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അങ്ങോട്ട് ചെന്നാലും മതി.
എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. അവറ്റങ്ങളെ ശല്യം സഹിക്കാനും അനുഭവിക്കാനായിട്ട് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എടി കല്യാണം മുടങ്ങാണ്ട് നോക്കേണ്ടത്, ഈ ഫംഗ്ഷൻ കലങ്ങാണ്ടിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. അതെങ്ങനെ എൻ്റെ ഉത്തരവാദിത്തമാണ്? ഇവിടെ എൻ്റെ ദാമ്പത്യം തകരണ നോക്കാൻ തന്നെ ആരുമില്ല, പിന്നല്ലേ നിന്റെ. എടി ഈ കല്യാണം അവന്മാര് കലക്കിയല്ലേ. നിന്റെ കുറേ പഴയ കാമുകനായിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും. അപ്പൊ ഒരു തീരുമാനവും. ഏത് 10 വർഷമായിട്ടും നീ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി. പിന്നെ മാത്യുവിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ തപ്പിയെടുത്തപ്പോ കിട്ടിയതാ. പിന്നെ എന്തെങ്കിലും ഉപകാരം വരില്ലോ എന്ന് വെച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഈ കല്യാണം കൊള്ളാക്കാണ്ട് നോക്കണം, അത്രല്ലേ വേണ്ടൂ. അത് ഞാൻ ഏറ്റു. താങ്ക് യു മുത്തേ. മാറി. സിമിക്ക് ഇത് എന്താണ് പറ്റിയ? ആകെ സാഡാണല്ലോ. അതൊന്നും നീ നോക്കണ്ട. വേണ്ടേ? ആകെ ലോക്ക. എടി ബീക്കോങ്കാരെല്ലാരും വന്നാ? എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ ഇതെങ്ങട്ടാണ് ഈ കമ്പിളിക്ക് മൂടിപ്പൊത്തിച്ച്? ഓ ഒന്നും പറയണ്ട, ഓരോ മെയിൽ ഷോവനിസം. എന്ത്? നീ വന്നേ. ഈ ടെൻഡി ഇവിടെ ലൈറ്റ് ഒക്കെ നന്നായിട്ടല്ലേ? അടിപൊളിയുണ്ട്. അതെ, മുതലാളിയുടെ സ്വന്തം കെയർ ഓഫിൽ വന്നിട്ടുള്ള വർക്കാ. അറിയാം. ബാച്ചിലേഴ്സ് പാർട്ടിയാ. അവര് ചിലപ്പോ കുടിക്കാൻ നിർബന്ധിക്കും, മദ്യം ഉണ്ടാവും. നിർബന്ധിച്ച കഴിക്കാല്ലേ? കഴിക്കല്ലേ? നിന്റെ ഈ കുഴച്ച മാവ് പോലത്തെ വയർ ഞാൻ അടിച്ച് പരത്തുട സോജ. മുതലാളി യൂട്യൂബ് ഷേവിംഗ് മീ സോജ. അതെ, ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ്. നോക്കിയേ, ഇനി നീ വെള്ളടിച്ചാൽ നിന്നെ മാത്രല്ല അവർ എന്നെയും കൂടി പിടിച്ച് പുറത്താക്കും. മനസ്സിലായ? അതുകൊണ്ട് നീ ഇവിടെ നിന്നിട്ട് ഈ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്യാം. അപ്പൊ മുതലാളിയോ? എനിക്ക് വേറെ പരിപാടി ഉണ്ട്. മനസ്സിലാവുണ്ട്. ആയിക്കോട്ടെ. ഇനി അറിഞ്ഞ എന്നാലും നമ്മുടെ മാത്യൂസിന് എന്ത് പറ്റി? അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പാടണ്ട. നമ്മൾ അവരോട് മിണ്ടാറും കൂടി ഇല്ല. അതൊക്കെ ഒരു കാലം. പലതും മിസ് ചെയ്യുന്നു. മിക്സ് ആവുന്നുണ്ട്. നമ്മൾ എന്നോട്ടാണ് അവരായിട്ട് ഐക്യം പ്രഖ്യാപിച്ചത്? അതൊക്കെ പഴയ കേസിൽ നീ അത് വിട്. അങ്ങനെ വിടാനൊന്നും പറ്റുന്നില്ല. ശരിയാണോ അവൻ കാണിച്ചത്? നീയാണ് തേച്ചാ അവളാ തേച്ചത്? രണ്ടായാലും തേഞ്ഞില്ലേ? കൊറേ നാളായില്ലടാ കണ്ടു. കൊറേ നാളായിടാ. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്താടാ. കൊറേ സമയല്ലടാ എടുക്കാ. എന്താടാ നീ പെൺപിള്ളേരെ മാത്രം എടുക്കും? നമ്മുടെ കൂടി ഇടറാ. പെൺപിള്ളേരെ മാത്രം എടുക്കത്തുള്ളൂ. അതെന്താടാ? ഓടാ. അളിയ വിഷ്ണു, കിരണേ നിനക്ക് ഹൈറ്റ് വെച്ചാടാ? പിന്നെ നമ്മുടെ മാക്സിലെ ലിമോ ഒന്നും മറന്നിട്ടില്ല. വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോയി പരിചയപ്പെടാം. ഓക്കെ സെറ്റ്. അല്ല നീ ഇപ്പൊ എന്താ പരിപാടി? എടുത്തിട്ട് പോടാ ഫോട്ടോ. ഓടാ ഫോട്ടോ ഫേസിലെ തെണ്ടികളെ. നിനക്കറിയില്ലേ, ഞാൻ കൊച്ചിയിലല്ലടാ. ഈ സിനിമാക്കാരെല്ലാം കൊച്ചിയിലല്ലേ? നീ സിനിമയില? ശരിക്കും കൊച്ചിയിലെന്താ? ഞാനിപ്പോ ആഷിക്കട്ടന്റെ കൂടെയല്ലേ. ആഷിക്ക? ഏത്? നമ്മുടെ സീനിയർ ആഷിക്ക. എടാ അവനൊന്നും ഒരു ഗതി പിടിച്ചിട്ടില്ല. എടാ ആഷിക്കബു. അലീനെ, നീ നീങ്ങിരുന്നേ. അലു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവണേ? നിന്റെ ടെൻഷനും വെപ്രാളം കാണുമ്പോ എനിക്ക് പേടിയാണു. സത്യമായിട്ടും മോളെ, നിനക്ക് നിന്റെ ക്ലാസ്മേറ്റ്സ് പോലെയല്ലേ എൻ്റെ ക്ലാസ്മേറ്റ്സും. എനിക്ക് അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. വെരി തിക് ഫ്രണ്ട്സ്. എടാ നിന്റെ ക്ലാസ്സിൽ 60 പിള്ളേരില്ലേ? എന്നിട്ട് നിനക്ക് 10 പിള്ളേർ മാത്രം വിളിക്കാൻ പറ്റിയത്? പിന്നെയുള്ള 50 പേരെ എന്താ വിളിക്കാഞ്ഞേ? അതിന് മാത്രം മദ്യണ്ടോടെ പിശുക്കൻ തന്ത. നീ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റ് ആവണേ? എനിക്കറിയാണ്ട് ചോദിക്കുക. അവന് ശ്രീധരൻ ചേട്ടാ വേസ്റ്റ് ഒക്കെ അവിടെ അതെടുത്ത് കത്തിച്ചു. നമ്മുടെ ബ്രിൻഡയാടാ. മനസ്സിലായല്ലോ നിനക്ക്? അതാരുടെ മോൻ? അപ്പോഴേ പറഞ്ഞ് കർട്ടന്റെ തുണി കൊണ്ട് ഷർട്ട് അടിക്കണം. എന്റെ കട്ടൻ പൊക്കി വേണ്ട. വേണ്ടല്ലേ? ഇതെന്താ നൈറ്റ് ഡ്രസ്സില്? ഇതൊക്കെ പകലായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ലല്ലേ? ഫാഷൻ സെൻസ് ഇല്ലാത്തവരോ. കിര ഇങ്ങടന്ന് കണ്ടാ സിമി, അവന്മാരെല്ലാവരും അവിടെ വന്ന് നിൽപ്പുണ്ട്. എനിക്കാണെങ്കിൽ അവന്മാരെ കാണുമ്പോഴേ കലികളാകും. ഇവന്മാരെങ്ങനെ ഈ പരിപാടി കൊടാക്കിയ ഒക്കെ ഞാൻ തല്ലിക്കൊല്ലും. എനിക്ക് ചില തെളിവ് കിട്ടാനുണ്ട്. അത് കഴിയുമ്പോൾ പതിയെ പലതും തെളിയും. ഇവന്മാർക്കൊരു സെൻസിലടാ. ഇതൊക്കെ കൊച്ചിയിൽ ട്രെൻഡ് സ്റ്റഫ് അല്ലേ? ഇത് കൊള്ളാലോ. പക്ഷെ നിന്റെ സെൽ നമ്പർ എന്താ മാഞ്ഞു പോയാ? അത് ജയിലിൽ ചാടിയപ്പോ മാഞ്ഞോ. അപ്പോ ഇനി നമ്മുടെ ആരാ വരാള? അളിയന്റെ ചാട്ടം എങ്ങോട്ടാന്ന് മനസ്സിലായി. എന്ത്? അളിയ വിട്ടോ, ഇനി അവളെ നോക്കണ്ട. അവളുടെ കല്യാണം കഴിഞ്ഞു.
അതും ബിഗ് ഫാമിലി. ഇവൻ ആരെ കാര്യം പറയണേ? ഓ ഒന്നും അറിയാത്ത പോലെ. അളിയ നീ അങ്ങോട്ട് പോയാ നിന്റെ ഈ ഷേപ്പ് ഒക്കെ അവര് ചേഞ്ച് ചെയ്യും. നീ കേസ് എന്താന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞു കൊടുത്ത്. അതാരാ ഓർമ്മയില്ല? ഈടാ പട്ടിയെ പോലെ മൂക്കൊലിപ്പിച്ച് നടന്നില്ലടാ പുറകെ. ഓ ദാറ്റ് വൺ. അതൊക്കെ പഴയ തമാശകളല്ലേ. ഇപ്പൊ നെക്സ്റ്റ് ലെവൽ തമാശകൾ എത്തിയില്ലേ? അറിഞ്ഞില്ല? സോസില്ലേ ഓരോ സീസണിലും ഓരോ തമാശകൾ. ഇതുപോലത്തെ സീസൺസ് ആവൂലേ? അവളുടെ ഡ്രസ് ഇടുന്ന നേരെ കെട്ടിയോണ്ട് കയ്യിലിട്ട് കഴിഞ്ഞ് പിന്നെ നിക്കറൂരും. എനിക്ക് അവിടെ അവന്മാരെ കൊടുക്കലിട്ട് പൊളിയനുണ്ട്. എന്താ? അല്ലടാ, എന്താണ് നിന്റെ വണ്ടിയിലൊരു ഡോക്ടറിന്റെ സ്റ്റിക്കർ? ഡോക്ടറിന്റെ വണ്ടി ആയതുകൊണ്ട്. പോടാ, സെക്കൻഡ് അടിച്ചല്ലേ? സെക്കൻഡാ? ഫ്രഷ്ടാ. ഫ്രഷാ? ഉണ്ടയാണ്. അവളുടെ ബാച്ചല്ലേ, വായെടുത്തോന്നോണേ പറയാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ മാത്യൂസിന്റെയും അലീനയുടെയും ബാച്ചിലേഴ്സ് പാർട്ടിയിൽ പങ്കെടുക്കാനാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. നമ്മുടെ മാത്സുകാരൊക്കെ എവിടെ? ബികോം. അപ്പൊ എല്ലാരും ഉഷാറല്ലേ? ഇനി അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് അവർ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ആൻഡ് അവർ ഹാൻസം ഗ്രൂം മാത്യൂസ് ആൻഡ് അലീന. എല്ലാരും ഒരു നല്ല കയ്യടി കൊടുത്തേ. മേഡം വരൂ. അറിയില്ലല്ലോ. മാഡത്തിനൊരു മുറി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണെന്നാ പറഞ്ഞേ. അത് മോളിൽ തന്നെയല്ലല്ലോ, ഇതുവരെ മാറ്റിയിട്ടില്ല. നിമ്മി മാഡം വാ. അപ്പൊ ഇനി ഈ സാഷെ ഇവര് കൈമാറാൻ പോവാണ്. എടാ പാലടദാസിനെ വിളിച്ചില്ലേ? ഓഫ്, എത്ര വെള്ളം അടിച്ചാലും അതിന്റെ മോളിൽ കൂടെ പാലട കുടിപ്പിക്കും ആ നാറി. അപ്പൊ എല്ലാരും ഒരു നല്ല കൈയടി കൊടുത്തേ. എന്താ ആരും ഒരു ഉഷാറില്ലാതിരിക്കണേ? എന്നാ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടന്നാലോ? താക്കോല് കേറുന്നില്ല. ആ തോള തിരിഞ്ഞതാ. എന്റെ സ്വന്തം റിസ്കിലാട്ടാ. ഞാൻ മേഡത്തിന്റെ വലിയൊരു ഫാനാ. ആണോ? ആ അതെ, പല്ലി ചലച്ചു. ഈ പല്ലിക്കുള്ള നന്ദി പോലെ നാറി സോജനില്ലല്ലോ. ആ തുറന്നു മേഡം. അയ്യോ മേഡം, താക്കോല് പുറത്തിങ്ങനെ വെക്കരുത്, ആരെങ്കിലും ഒക്കെ കേറും. എന്നാണ് ഒരു സൈഡ് റോളെങ്കിലും കിട്ടാ. കല്യാണം കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങാറുള്ളൂ. അല്ല, നീ മാത്യൂസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? ഏയ്, വല്ലപ്പോഴൊക്കെ മെസ്സേജ് അയക്കും, അത്രേ ഉള്ളൂ. ആ നദാ, നീയായിരുന്നല്ലേ? എന്താണ് നിനക്ക് എന്നെ കണ്ടൊരു സന്തോഷമില്ലാത്ത? നിന്നെ തപ്പിയല്ലോ നടക്കുന്നത്. അല്ല, ഞാൻ വിചാരിച്ചു ലിമയാന്ന്. നീ ഒന്നും വിട്ടിട്ടില്ലല്ലേ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോ എന്തൊക്കെയായിരുന്നു. അവളെ വളയ്ക്കണം, സെറ്റാക്കണം, കല്യാണം. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രശ്നം കാരണം മാത്രം ഞാൻ ഇതെല്ലാം സഹിച്ചത്. അളിയ, ഈ തൃശ്ശൂർ ഭയങ്കര ചൂടാണല്ലേ? അല്ല, ഇവിടെ എല്ലാവരും 9:30 ഉറങ്ങുന്നു പറയുന്നു. സാധാരണ നാട്ടുകാരൊക്കെ ആ സമയത്ത് ഞങ്ങൾ കൊച്ചിക്കാർ ഉറങ്ങാറേ ഇല്ല. രാത്രി 1 മണിക്ക് സ്റ്റാർബക്സിലെ കോഫി, അത് നിർബന്ധം. ഓക്കെ അപ്പൊ കാണാം. ശരി. അല്ല ദാദാ പോവല്ലേ? അല്ല, അൽത്താസിന്റെ പറയാ. ഇനിയിപ്പോൾ അൽത്താസിന്റെ ആരോട് പറയും? പോയിട്ട് മൈമിന്റെ സീഡി തപ്പിയെടുക്കണം. ക്യാമറമാൻ ഇവിടെ വരും. അവർക്ക് റൂം കാണിച്ചു കൊടുക്കണം. പിന്നെ അത് സേഫായി കയ്യിൽ കൊടുക്കണം. സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? സൂക്ഷിക്കില്ല. തള്ളിന്റെ തുപ്പലം. കൊച്ചി എങ്ങനെയുണ്ടാ? കൊച്ചിയിൽ എന്താളിയാ, ഫുൾ ലൈഫ് ആൻഡ് ഫൺ. ഇനി ഓരോന്ന് അടിച്ചിട്ടാ. തീർച്ചയായിട്ടും. അതെ അതെ. ഏതാട്ടോ സാധനം? മാറ്റാണോ? മാറ്റാണ് കഴിക്കില്ല കേട്ടോ. അതിപ്പോ മാത്യൂസ് നല്ല സാധനം വേണമെന്ന് പറഞ്ഞാലും അവൻ കെട്ടാൻ പോണ കൊണ്ട് വേണ്ടെന്ന് പറയും. അത് ശരി. മക്കളെ,
എടാ മാത്യൂസേ ഇങ്ങട് നോക്കി നീ എന്താ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യ് ഭരണീനെ വിളിക്കണം ആ അതെങ്ങനെ വർക്കല്ലേ നിനക്കത് മതി മിണ്ടാണ്ട് നിന്നോ. പിശാശ് അവള് വിളിച്ചില്ല. സ്റ്റേജിലേക്ക് 4 ഉരുളം കല്ലെറിഞ്ഞാലോ? അരുത് കോഴ അരുത്. എടാ ബ്രോ, ഈ മാലേറ്റ് പൊട്ടി നമ്മുടെ നെഞ്ചെത്തിക്കും. ആ സ്റ്റേജ് പൊളിഞ്ഞ അവൻ്റെ പടലേക്ക് വീണ ഈ കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. എന്താ നിന്റെ ഉദ്ദേശം? ചുമ്മാ വെറുതെ. മാത്യു എന്റെ കയ്യില് 2 മരുന്നുണ്ട്. ഒന്ന് വയറിളക്കാൻ, മറ്റേത് നിർത്താനായിരിക്കും. നീ വേണമെങ്കിൽ ഇളക്കിക്കോ, എനിക്ക് വേണ്ട. ഓ എന്റെ വയറിളക്കേണ്ട കാര്യമല്ല, അവന്റെ വയറിളക്കേണ്ട കാര്യം. ഏത് ഈ ഇളക്കണ്ടവൻ? ഓ അത് നിനക്ക് വഴിയേ മനസ്സിലാവും. ഞാനൊരു സൂചന തരും, വലിയ സൂചന. അപ്പൊ നിനക്ക് മനസ്സിലാവും. നീ ഒരെണ്ണം ഒഴിച്ചേ. അത് ഞാനൊന്ന് ഫിറ്റാവട്ടെ, എന്നിട്ട് നിനക്ക് ഒഴിച്ചുതരാം. ഓക്കെ ശബ്ദം വേണ്ട. പതിയുണ്ട. ഒന്ന് മാറി നട നീ ഒന്ന് മാറുന്നടാ. ില്ലല്ലോടാ. നീ എന്ത് വിഷാണ് നീ വാങ്ങിയത്? അത് നീ ലോക്കൽ സാധനം അടിക്കണായിരുന്ന, ഇത് കാശേറിക്കണ സാധന. ഇങ്ങോട്ട് വന്നേ നീ. വാ, വാ, ഇറങ്ങ്, ഇറങ്ങ്. ബേബി ഇറങ്ങ് അങ്ങോട്ട്. അതെ, സിംഗിൾ കാണാ വൃത്തിയായിട്ട് മാക്സ് വേണോ? ആണോന്നല്ലോ. എന്ത് നമ്മൾ കൊമേഴ്സുകാരല്ലേ? നീ എന്തുട്ടി പറയണേ? ഇവരായിട്ടൊരു ബന്ധം പാടില്ല നമ്മൾ പണ്ട് തൊട്ട് പറയാറുള്ളതല്ലേ? ഇതാ ബന്ധല്ല. തെണ്ടി നിനക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്ത? അവന്റെ മൊട്ട എടുത്തിട്ട് പോയി. എന്റെ പള്ളി. അവിടെ കൂടുതലാണെങ്കിൽ എന്റെ അച്ഛനെ കൂടി വിളിക്കേണ്ടി വരും. ഒന്ന് പറഞ്ഞു കൊടുത്തവന്. എടാ മാത്യൂസ്, നീ എന്തൊരു എച്ചിയാടാ. What me? നിനക്ക് ഈ പരിപാടിക്കെങ്കിലും ഒരു നല്ല സാധനം എടുത്ത് തന്നൂടെ? ഇത് എത്ര അടിച്ചിട്ട് ഒന്നും ആവുന്നുമില്ല. അത് പിന്നെ നീ കാട്ട റമ്മടിക്കണോണ്ടല്ലേ. എടാ നീ ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ ഞാൻ കൊച്ചിന്നല്ല പേടപ്പ സാധനം കൊണ്ടുവരുന്നല്ല. ഇതിപ്പോ എന്തുണ്ടായേ? പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ബാച്ചിലർ പാർട്ടിയാണ് പറയുന്നു, എന്നോട് പാർട്ടി ആങ്കർ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് നോക്ക്, കെട്ടിയോ ചത്ത പോലെ ഒരു കറുത്ത സാരി എടുത്താൽ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ പാർട്ടി വേറും. എന്നാൽ ഈ കല്യാണം എങ്ങനെ സംഭവിച്ചു? എടാ നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും ഇതൊരു ലവ് മാരേജ് ആണെന്ന്. അല്ല, തികച്ചും അറേഞ്ച് മാരേജ്. ഇല്ല, അവന്റെ ഫാമിലിയാണ് ആദ്യം നമുക്ക് റിക്വസ്റ്റ് അയച്ചത്. അപ്പൊ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തു. അവളുടെ വീട്ടുകാർ എന്റെ വീട്ടുകാർക്ക് റിക്വസ്റ്റ് അയച്ചു, എന്റെ വീട്ടുകാർ അവർക്ക് റിക്വസ്റ്റ് അയച്ചു. പിന്നെ നമ്മുടെ ഫാമിലി അവർക്ക് റിക്വസ്റ്റ് അയച്ചു, അവരത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ വന്നപ്പോഴല്ലേ എനിക്ക് ഇവനാന്ന് മനസ്സിലായേ. പെണ്ണ് കാണാൻ ചെന്നപ്പോളാ ഇത് നമ്മുടെ ബാച്ചിൽ പഠിച്ച അവളാന്ന് ഞാൻ അറിഞ്ഞേ. എന്നാലും ഇത് എങ്ങനെ സെറ്റായി? ശരിക്കും പറഞ്ഞാ നിനക്ക് ഇതിലും നല്ല ചെക്കനെ സെറ്റാവുമായിരുന്നു കേട്ടാ. ആ സത്യം. ആ ഞാനത് ചുമ്മാ പറഞ്ഞതാ. വീടും സ്വത്തും പറമ്പൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അമ്മാനും കൂടി ഒപ്പിച്ചു. ഷോ എന്തൊക്കെ പറഞ്ഞാലും ബികോംകാരുടെ വാ നോക്കാൻ പോലും കൊള്ളില്ല ഒറ്റണത്തിന്. എടാ ഉളുപ്പുണ്ടോ ചക്ക നിനക്ക്? അവിടെ ചെന്നപ്പോ മനസ്സിലായില്ലേ ഇതാ പെണ്ണെന്ന്? അറിഞ്ഞപ്പോ വേണ്ടാന്ന് പറയണായിരുന്നു. മോശം മോശം നീ മോശം. ഉമ്മാര് പറയുന്നൊന്നും കേക്കണ്ട. ഇത് നിന്റെ ലൈഫല്ലേ, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കും. അവളെ കെട്ടിച്ചോട്ടെ. മോട്ടിവേഷൻ തന്നെ ടോക്സിക്. സാർ ഓ താങ്ക് യു. ഈ ഡ്രസ് എവിടെ നിന്ന് കിട്ടിയേ? ഓ ഫാഷൻ സെൻസ് ഉള്ള ഒരാളെങ്കിലും കണ്ടുല്ലോ. മോതിരൊക്കെ ഉണ്ടല്ലോ, ട്രെൻഡി പോയി. അതല്ല, ഇവിടുത്തെ 2 പില്ലോ കവർ മിസ്സായിട്ടുണ്ടേ. ഓൾഡ് മോങ്ങിന് ഉടുപ്പിട്ടവൻ വരെ ഏത് നേരത്തെ നമ്മ മനുഷ്യനിടാൻ തോന്നി. പൊണ്ടാറം അവളുടെ ഒരു പുതിയ ഡ്രസ്സ്. 2 മണിക്കൂർ മുളകിട്ട പറക്കും. ഓ കൊതിയാവണം. കമത്തിയത് കൂടിയാ. എന്താ മോനെ, സുഖല്ലേ? സുഖാണ്. ആ ഇത് കഴിച്ചിട്ട് നമ്മുടെ പിള്ളേർക്ക് ഒരു സുഖമില്ലല്ലോ. അത് ഈ കാലാവസ്ഥയുടെ ആവും സാർ. ഡിസംബർ ഒക്കെ അല്ലേ, മഞ്ഞൊക്കെ അല്ലേ. ആ മഞ്ഞ മരവിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്യ്, താൻ പോയി ഒരു പാത്രം എടുത്തിട്ട് വാ. പാത്രല്ലേ? അല്ല സാർ, എന്തിനാ പാത്രം? കുളിക്കാൻ പോയി എടുത്തിട്ട് വേടോ. ഇയാളെ മുന്തല വിളിക്കുക, എന്തെങ്കിലും ആവട്ടെ. ഏയ് ഇവന്റെ മിക്സിങ്ങിന് ഒരു മെനിയില്ലല്ലോ. സാർ പാത്രം. ഏയ് കലക്കാൻ പറ്റിയ പാത്രം കഴിക്കില്ല അല്ലേ? കഴിഞ്ഞ ആഴ്ച കഴിക്കുന്നത് സാർ. അതെ. എത്ര നാളെ പണി കയറിയിട്ട്? ഞാൻ 3 മാസം. ഹാൻഡ്സാ എന്താ കുഴപ്പം? കട്ടറുമ്പ് കളിക്കാനല്ലേ ഹാൻഡ്സ് എടുക്കടോ. സാർ ഞാൻ അത്രക്കാരനല്ല സാർ. വെള്ളി മല്ലിട്ട് മാലകര പോലെ ഇറങ്ങിക്കാ. ഈ ചുണ്ട് കണ്ടറിയാ എന്റെ ഇടയിൽ തിരികെ വെച്ചേക്കാന്ന്. തമാശ കളിക്കല്ലേ? നാറ്റിക്കരുത് സാർ. നീ 2000 ഇങ്ങോട്ട് പിടിച്ചേ. സാർ ഇവിടെ ക്യാമറയ്ക്ക് ഉള്ളതാണ്. ആ മാനേജർ തണ്ടി കണ്ട പണി പോവും. അതെന്റെ വിഷയമല്ല. ഒരു വെപ്പ് വെച്ചിട്ട് പെട്ടെന്ന്. പിന്നെന്താ 2000 ഒരു വെപ്പാ? താൻ പാക്കറ്റ് എടുക്കടോ. പാക്കറ്റും വേണം. വേഗം എടുക്ക്, സമയങ്ങളല്ലേ.
അങ്ങോട്ട് മാറി നോക്കി ക്യാമറയൊക്കെ കുറെ മാനേജർ. സാർ ഇത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഇതുകൊണ്ട് ഞാനൊരു കലക്കന്റെ കുറവേട്ടാ. നീ ഒരു കാര്യം അത് മൊത്തത്തിൽ എടുത്ത് കമ്പത്തിക്കോ. കലക്കൊക്കെ ഉള്ള അങ്ങനെ ഇപ്പൊ ഈ മാത്സുകാരി ബികോമുകാരനെ അങ്ങോട്ട് കൊണ്ടുപോണ്ട. ഇത് ഞാനൊരു ടീ ബാഗ് ആക്കും. പെട്ടെന്ന് അവിടെ സമയങ്ങളിൽ നീ കമത്തി കഴിഞ്ഞു സാർ. എന്റെ പച്ചമരുന്ന് സമയങ്ങളെ കലക്കേൽക്കണേ. വടിയില്ലേ? കോലുണ്ട്. ആ വടി വേണ്ട, കൈയിട്ടിളക്കാം. ഓ ഇനി കൈ കഴുകണം. ഇനി നീ ഇത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ എല്ലാ പിള്ളേർക്കും കൊണ്ടുപോയിട്ട് വിളമ്പ്. ഞാനാ കൊണ്ടുപോയിക്കോ സാറേ, ഇത് റിസ്ക് ആട്ടാ. ഒരു കുഴപ്പമില്ല, നീ അവിടെ കൊണ്ടുപോയിട്ട് വിളമ്പ്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കെന്ത് കുഴപ്പം? കൊണ്ടൊക്കെ കൊണ്ടുക്കോ. എനിക്കിട്ട് കലക്കിയതാണോ? നക്കിയിട്ട് പോവാടാ ഞാൻ നിന്റെ ചോര. ഈശ്വരാ പറമ്പിലാണല്ലോ. ഒന്ന് മാറി കൊച്ചേ. ഹലോ, എല്ലാരും നോക്കടാ. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോ നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങള് കുറച്ച് ചോദ്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ റെഡി അല്ലേ? അപ്പോ അലീനോടാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ. മാത്യുവിന് ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? മമ്മൂട്ടി. ശരിയാണോ? അല്ലല്ല. തുണ്ടുപടത്തിൽ എന്ത് നായകൻ? അവനെ ആക്ടേഴ്സിന് ഇഷ്ടല്ല, ആക്ട്രസുകളെ ഇഷ്ടം. ശരിയല്ലാന്നാണ് അവര് പറയണത്. ഓക്കെ. അപ്പോ അടുത്ത രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ മാത്യുവിന് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണ്? അവനെ മാട്ടായിരിക്കും. ബ്രാൻഡോ? കള്ളേ. ബെക്കാടി. ബെക്കാടി. ശരിയാണോ? അല്ല, അവിടെ എല്ലാ ബ്രാൻഡും പോവും, പൂസായാ മതി. ഓക്കെ. അപ്പോ അതും തെറ്റിയിരിക്കുകയാണ് കേട്ടാ. അലീന ടെൻഷൻ അടിക്കണ്ട, അതുകൊണ്ടല്ലേ ഇവനെ മാട്ട മാത്യുന്ന് വിളിക്കണേ. ഇറങ്ങി പോടാ സുബീഷ. പോടാ പോടാ. നീ പോടാട്ടെ. അട്ട നിന്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റെഡി അല്ലേ? നമ്മുടെ മാത്യുവിന് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ബ്ലൂ. ബ്ലൂ. ഏതാ പറഞ്ഞേ? ബ്ലൂ. ബ്ലൂ. കറക്റ്റല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. എല്ലാവരും ഒന്ന് കൈയടിക്കേ. അപ്പൊ അലീനോടുള്ള അവസാനത്തെ ചോദ്യമാണ്. എല്ലാവരും റെഡി അല്ലേ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നമ്മുടെ മാത്യുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ബീഫ് സ്റ്റേക്ക് വിത്ത് ഫ്രൈസ്. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിയാണോ? പഴമുണ്ടാണ് അവന് ഇഷ്ടം. അപ്പൊ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയിരിക്കാണ്. ഓക്കെ. അപ്പൊ അടുത്തതായി നീ പോടാ. കൊറേ നേരം ചോദ്യോത്തരം മേള. നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ സമ്മതിക്കില്ലടാ. കുറച്ച് ചോറ് കൊടുത്തറ അവന്. പോടാ. നിന്നോട് പറഞ്ഞ വെൽക്കം സാർ. പിന്നെ നീ സ്റ്റഫാന്ന് പറഞ്ഞേ? സ്റ്റഫല്ല, സ്റ്റാഫാണ് സാർ. സ്റ്റാഫാ. എന്താ എന്റെ പേര്? സോജൻ. കടക്കനൊക്കെ ഉണ്ടല്ലോ. വയറൊക്കെ കുറക്കണട്ടാ. ഇതാത്തവളല്ലേടി. ഓസിന് വെള്ളടിച്ച് തീർന്നെങ്കിൽ ഇറങ്ങി പൊക്കൂടെ? ഓസിന് ഞാൻ കുടിക്കാറില്ല. ഇരിക്കവിടെ. നീ എന്തറിഞ്ഞിട്ടാ ഇവര് ഞാൻ വിളിച്ചിട്ട് വന്ന ഫ്രണ്ട്സാ? എന്നെ നാണം കെടുത്താനോ നീ ഇവിടെ വന്നിരിക്കുന്നേ? നീ ഇനി നാണം കെടാനൊന്നുമില്ല. നീ ഓൾറെഡി നാണം കെട്ടിട്ടാ നിക്കണേ. പോയില്ലേ അവള്? നീ പോടാ. നീ അങ്ങോട്ടൊന്നും വരണ്ട, റൂമിലിരുന്നാ മതി.
എനിക്ക് കുറച്ച് കണക്ക് തീർക്കാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഈ പരിപാടിക്കൊന്നും ഞാനില്ല. ഞാനൊരു CA എന്ന വല്ല ചിന്തന നിനക്ക്? 10 കൊല്ലത്തെ കണക്കാ. ഇന്നത്തോടെ എല്ലാം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. വേഗം ചെല്ല്. ഒരു മേഡം. അതെ, പറമ്പിലൂടെ ചുറ്റി വന്നാ നമുക്ക് ടെറസിൽ പോവാം. നദയല്ലേ? ആ അതെ. ഓ നദ, ദാ ഞാൻ ആലോചിക്കണേ പേരെങ്ങോട്ട്. അതറിയാണ്ടാണോ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നേ? ഞങ്ങൾ പരിചയപ്പെടായിരുന്നു. ഓക്കെ ഓക്കെ. യു ക്യാരി ഓൺ. അതെ നദ, നിങ്ങളുടെ ക്ലാസ്സിലല്ലായിരുന്നോ വിഷ്ണു എന്ന് അതെ, പറഞ്ഞ ചുറ്റി ചുറ്റി ഒരു കുട്ടി? ആ അതെ അതെ അതെ. എനിക്ക് അവനൊന്ന് കാണാൻ. കാണിച്ചു തരാം. നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? ഒരു പെഗ് എന്തുട്ട് കൂതറ സാധനം അടിച്ചേറ്റിക്കണേ. ഒരു മരുന്നും കൂടി. കർത്താവ് ഈ വേദാണ് എന്റെ തലയിലായ. മദ്യപാന നെഹി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബോധാണല്ലോ നെഹി. ആട്ടമല്ലേ അവിടെ എടുക്ക്. പ്രതികാരം ചെയ്യും. പോണം. ശരിടാ, അപ്പൊ കല്യാണത്തിന് കാണാം. ശരി. അപ്പൊ ശരി, കാണാം. കാണാം. കള്ളും കുടിച്ചിട്ട് എടുക്ക പ്രതികാരദാഹി. മഴയല്ലടാ, വെയില്. എടാ ആരെടാ തല്ലണ്ടേ? ഞാനൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ഒരു അര മൂടി കൊടുത്തോണ്ടല്ലോ, വയറിളകി 1/2 മണിക്കുള്ളിൽ ഫിനിഷ്. ആ സാധനേ ഒരു 1/2 കുപ്പിയെ ഞാൻ കൊടുക്കാൻ പോണ്. അവനൊരു കൈ അനക്കാൻ പറ്റില്ല. നീ ഇടിച്ചോനെ. എടാ ഇതൊക്കെ നാറ്റ കേസാവടാ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവന് ബാത്റൂം വെച്ച് ഇടിച്ച്. അതേപോലെ എനിക്ക് നല്ലൊരു ഇടിക്കണം അവന്. പോയാ എന്നെ ഇടിക്ക്. നിന്നെ കൊണ്ട് പറ്റും. പോട്ടാ. ഇടികൊണ്ട് ചാവും. എന്നാലും അവ എന്ത് തന്നെ എന്റെ പൊന്നേ. ഇതെന്താ പൊന്താത്തെ? മറ്റോന് നമുക്ക് നോക്കിയേ, ഇത് കൊള്ളാം. ഏത് പുട്ടാന്റെ കാര്യം നീ പറയണേ? സൂപ്പർ അല്ലേ? സുബീഷിനെ ഒന്നെങ്കിൽ നീങ്ങിരിക്കടാ. എടുത്ത് മാറ്റങ്ങടി. എന്താടാ, നമ്മളൊക്കെ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ. സംഭവം നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടെടുത്ത് കണ്ടുകൂടാ, അത് വേറെ കാര്യം. തുറക്കങ്ങട്. ബാക്കിയുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് എനിക്ക് മതിയായി. എനിക്കും. ഞാൻ അവരോടൊക്കെ നുണ പറഞ്ഞിട്ടാ വന്നേക്കണേ. നുണ പറയാത്ത പോലെ. പക്ഷെ ഞാനിപ്പോ ഇവിടെ എന്തിനാ വന്നത്? എന്റെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ. അപ്പൊ എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന്റെ പ്രശ്നം ഉണ്ടാക്കണ എന്തെങ്കിലും ഞാൻ ചെയ്യോ? ഇല്ല. ഇപ്പൊ നമ്മുടെ അലീനയുടെ കാര്യം തന്നെ പറയാം. ഏത്? അവൾക്ക് എന്തോരം സെറ്റപ്പ് ഉണ്ടായിരുന്ന നിനക്കറിയാലോ. പണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് ആ സാറ്, പിന്നെ ആ ട്യൂഷൻ ക്ലാസ് സെക്കൻഡ്, പിന്നെ ഈ പൊട്ടൻ. നിന്നെ പറഞ്ഞല്ല, അവളെ വരെ വലിപ്പിച്ച്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാള് എന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിട്ട് വരുമ്പോ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതുകൊട്ടെ, എന്തായാലും നീ വന്നൂലോ. ആരെങ്കിലും കണ്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ട് വരുന്നത്? പേടിക്കണ്ട, ഇവിടെ ആരും വരില്ല. ആണോ? അതെ, എനിക്കൊരു രഹസ്യം പറയാണ്ട്. ഇതുപോലുള്ള കുറെ പെമ്പിളാരുണ്ട്. ഇതുപോലെ കുറെ അമ്മമാരുടെ കൂടെ കറങ്ങി നടന്ന് അവസാനം ഏതെങ്കിലും പ്രാക്ക് കടികളുടെ പള്ളിക്ക് ചെന്ന് കയറും അല്ലേ? ഉദാഹരണത്തിന് നിന്റെ പെങ്ങൾ അങ്ങനെയല്ലേ? ഏത്? പറയട്ടെ. നദേ, നിനക്ക് പുൽമൈതാനാണ് താല്പര്യല്ലേ? നേരത്തെ പറയണ്ടേ? വാ നദേ. നദേ, നദേ എണീക്ക്. നദേ, ഇതിപ്പോ നോക്കി എന്താ പറയാ? നദേ എണീക്ക്. എണീക്കാൻ. നദേ, നദേ, നദേ. ഒരു രാശിയിലെ തുടുപ്പുള്ളൂ പണ്ടാരം.
ഇനിയിപ്പോ ആരെങ്കിലും വിളിച്ചിട്ട് വരും. ഏത് നേരത്താണോ ഇതൊക്കെ പൊളിച്ചു കളഞ്ഞ് ഈ ഡോറൊക്കെ ഗ്ലാസ് ഡോർ ആക്കണം. ഒന്നും കേക്കാലില്ലോ. അതെ. ഞാനും കണ്ടിട്ടില്ല. എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. ഒന്ന് പതുക്കെ പറയ് സോജ. എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. നിനക്ക് കുറെ കംപ്ലൈന്റ് ഉണ്ട്. അതിലേത് ആ കംപ്ലൈന്റ്? മോളിൽ താളെന്നെ തടിയെന്ന് വിളിച്ച് കളിയാക്കി. സാറിന് വന്ന് ചോദിക്കണം. അയാൾ എന്നെ ബോഡി ഷേവിങ് നടത്തി. ഷേവിങ്ങാ? എടാ നിനക്ക് എത്ര കിലോ ഉണ്ട്? കഴിഞ്ഞ ചിങ്ങത്തിന് 105 ആയിരുന്നു. 105 കിലോളം നിന്നെ പിന്നെ തടിയാന്നല്ലാണ്ട് തഹസിൽദാരെന്ന് വിളിക്കാൻ പറ്റുമോ? സോജ നീ ആ 108 കംപ്ലൈന്റ് തീർത്താ? അതിപ്പോ ആ വഴിക്കല്ലേ പോണേ, പോകുമ്പോ ശരിയാക്കും. എന്നാ നീ ആദ്യം ഇവിടത്തെ കംപ്ലൈന്റ് തീർക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കൊള്ളാത്ത ഓരോരോ മണ്ണുണ്ണികൾ. ആ മൂടാ പോയി. കാലമാടനൊക്കെ പണിയെടുക്കാണ്ട് തിന്ന് കൊഴുത്തിരിക്കാം. സ്വാതന്ത്ര്യം ദും ദും ദും, ജനാധിപത്യം ദും ദും ദും, സോഷ്യലിസം ദും ദും ദും, സഖാവ് ചെയർമാൻ, വിദ്യാർത്ഥികൾക്ക് നേതാവ്, പ്രസ്ഥാനത്തിന്റെ വാഗ്ദാവ്, മത്സരങ്ങളിൽ ജേതാവ്, സ്വാതന്ത്ര്യത്തിന്റെ സൃഷ്ടാവ്. സ്വാതന്ത്ര്യം ദും ദും ദും, ജനാധിപത്യം ദും ദും ദും, സോഷ്യലിസം ദും ദും ദും, സഖാവ് ചെയർമാൻ. ഒരുമാതിരി എന്താ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പോടാ 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 പോടാ. ഞാൻ പറഞ്ഞല്ലടാ, നീ എവിടെയായിരുന്നു? കിണറിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അരിവിടെ തുപ്പലെന്നാള് കഴിഞ്ഞാ. അതെ, നമ്മുടെ മാത്യുവിനും അലീനയ്ക്ക് വേണ്ടിട്ട് അരുണാടക ചെറിയൊരു ആശംസ. നമ്മൾ ചെറിയ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ബൈറ്റ് എടുത്താലോ? ഞങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട്. ഓക്കെ, റെഡി? ഫോക്കസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയേ. കിട്ടി. സ്റ്റാർട്ട്. നമ്മുടെ മാത്സിലെ കട്ടക്കരുത്താണ് അലീന. അപ്പൊ അവൾക്കും ബികോമിലെ വിഷ്ണുവും അല്ല അവരുടെയൊക്കെ ഫ്രണ്ട് ആയിട്ടുള്ള മാത്യൂസിനും 1000 ആശംസകൾ. അളിയ 5 CR നടക്കേലേ. നീ ഒരു കാര്യം ചെയ്യ്, ആ 7 CR എടുത്ത് ലാലന് കൊടുക്ക്. എന്റെ സ്ക്രിപ്റ്റിൽ നോക്കി ഞാൻ പറ, കാര്യങ്ങൾ നടക്കട്ടെ. എന്താ പ്രിന്റോ പോടെ തണ്ടി. അല്ല ആരപ്പ വിഷ്ണു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അല്ല, പെട്ടെന്ന് മാറിപ്പോയതാ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, ആൾക്കാര്. സംഭവം ജോഷിയർ റിസോർട്ടിലെ രാത്രി പെട്ടി വണ്ടി ഓടിക്കാൻ ഒരാൾ ആവശ്യമുണ്ട്, സെറ്റാക്കി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു പറ്റില്ല. 25,000 രൂപയ്ക്ക് രാത്രി വണ്ടി ഓടിക്കാൻ ആരെങ്കിലും വരും? 25,000? You mean 25,000? യെസ്. എനിക്ക് ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ട്. അയിന് നിനക്ക് എന്റെ കാര്യം പറയായിരുന്നില്ലേ? നീ വലിയ സിനിമാക്കാരനല്ലേ, എനിക്ക് 25,000 കോപ്പ്. എടാ അത് സിനിമ, ഇത് ലൈഫ്. എവിടെ എവിടെ ജോഷി? എവിടെ ജോഷി? അവിടെ നീ ഇവിടേക്ക്, ഞാൻ ഇപ്പൊ പോയ എന്തൂലവൻ. നീ ഇതൊരു എൻറ്റില്ലല്ലേ? നല്ല സുഖമുണ്ടല്ലോ ഇവിടെ കിടക്കാൻ. അതെ, എഴുന്നേക്കാൻ കാറ്റൂടല്ലോ, അല്ലെങ്കിൽ കൃത്രിമശ്വാസം കൊടുക്കരുത്. അതെ, എഴുന്നേൽക്ക്. ഇവിടെ എഴുന്നേപ്പിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. കരക്കള്ളടിച്ചിട്ടുണ്ടോളും. നിനക്ക് വെയിറ്റ് കൂടിയിട്ടേ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. അയ്യോ, അപ്പൊ ശരി, നീ ഇവിടെ തന്നെ കിടക്കട്ടാ. പാർട്ടിയാണത്രേ പാർട്ടി, ഒരു കൊടി പോലില്ലാത്ത പാർട്ടി. മാത്യൂസിന് വേണ്ടി നീ ഒരു ആശംസ പറഞ്ഞേ. ഓക്കെ, ബികോമിലെ ചുണക്കുട്ടനായ മാത്യൂസിനും പിന്നെ മാത്സിലെ സുന്ദരിയായ അലീനയ്ക്കും സന്തോഷം നിറഞ്ഞ ഒരു കല്യാണ വെഡ്ഡിങ് മംഗളാശംസകൾ. പിന്നെ ഞാനും മാത്യൂസും തമ്മിലുള്ള ബന്ധം പറയുമ്പോ ബികോം തൊട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു വിശാല മദീറ കുറച്ചും കൂടി വേണ്ടേ? ആശംസ പറഞ്ഞില്ലേ? ശരി, തന്നെ ധാരാളം. ഈ മലയനോട് ചോദിക്കാം.
ചെയർമാനെ എന്താ ഈ ബി കോമില് തവളത്തടി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. എന്താ നീയേ സെക്രട്ടേറിയറ്റിനെ പഠിക്കാണ്ട് പാട്ടാ വള്ളത്തേണ്ടി. പറഞ്ഞോടാ ഹീര. അപ്പോൾ എപ്പോഴും ചില്ലായി നടക്കുന്ന നമ്മുടെ മാത്യൂസിനും നാളെ തൊട്ട് പട്ടി ലോക്കാവാൻ പോവാ. അപ്പം മാത്യൂസിനും എൻ്റെ വകയും മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ വകയും എല്ലാവിധ മംഗള ആശംസകളും. ഓക്കെ. എന്തുട്ടാടാ ഹീര മലയാള സിനിമ ഇൻഡസ്ട്രി? പിന്നെ ഇൻഡസ്ട്രിക്ക് വേണ്ടി മംഗളാശംസകൾ പറയാൻ ഇവിടെ വേറെ അവന്റെ ഒരു ഇൻഡസ്ട്രി ഒരു കുറവില്ല. ഇത് നമ്മളെ അപർണ മിസ് അല്ലേ? ആ മിസ് തന്നെ. കലക്ക് കൊടുത്തിട്ട് ഈ പണ്ടാറ പരിപാടി കലങ്ങണില്ല. നിങ്ങളുടെ ക്ലാസ്സിലൊരു തവളത്തടിയൻ ഉണ്ടായിരുന്ന? ആ ഉണ്ടെങ്കിൽ അവനവിടെ വന്നിട്ടാ? ആ ഓക്കെ. അതറിഞ്ഞപ്പോൾ തനിക്കെന്തിനാ? അവൻ വന്നിട്ടുണ്ടെങ്കിലേ അവൻ്റെ കൂമ്പിനിട്ടിടിച്ചിട്ട് അവൻ്റെ കണ്ണ് രണ്ട് കുത്തിയെടുത്തിട്ട് അവൻ്റെ പല്ലിങ്ങനെ പറിച്ചെടുത്തിട്ട് അവൻ്റെ മുഖം പിടിച്ചിങ്ങനെ നിരത്ത് ഒരിച്ചിട്ട്. എന്തിനാ ചേട്ടാ, അതൊരു മനുഷ്യനല്ലേ? നിന്റെ മാമന്റെ മോനല്ലേ? എനിക്കൊന്നും അറിയാൻ പാടില്ല. കുറെ കാലങ്ങളെ കണ്ടിട്ട് മോച്ചായൊക്കെ മാറിണ്ടാവും. നീ അവനെ കിട്ടാണെങ്കിൽ കൊണന്നാ മതി. അവന്റെ പഴയ മുഖച്ചായ ഞാക്കി കൊടുത്തോളാം. ചേട്ടൻ ഇപ്പൊ കണ്ട മനസ്സിലാവില്ലല്ലേ? എവിടെ ഏത് ഇരട്ടത്ത് കണ്ടാലും എനിക്കറിയാം. അത് ഇവിടെ കിടന്ന് തപ്പണ കണ്ടപ്പോഴേ മനസ്സിലായി. അതെ, നീ വലിയ വർത്താനം പറഞ്ഞേട്ടാ. അവനെ കണ്ടങ്ങോട്ട് കൊണന്നാ മതി. ചേട്ടന് ഇവിടുന്ന് എങ്ങോട്ടും പോയില്ലല്ലോ അല്ലേ? ഇത് പിടിച്ചേ. പിന്നെന്താ? എന്താ നിന്റെ പേര്? ഞാൻ വേണ്ട, ആവശ്യമില്ല. മുങ്ങാനൊന്നും നോക്കണ്ട, വേഗം അവനെ വിളിച്ചിട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ നിൽക്കും. ഇവിടെ അല്ലേ? ആ ഇവിടെ തന്നെ നിൽക്കട്ടെ. ആളെ കിട്ടി ഞാൻ അപ്പൊ തന്നെ വിളിച്ചോ. ഹലോ മാം. ഈ ട്രൂ ലവ്, നഷ്ടപ്രണയം എന്നൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇവരുടെ പ്രണയം. എന്തുകൊണ്ടോ രണ്ടുപേർക്കും ഒന്നിക്കാൻ പറ്റിയില്ല. രണ്ടുപേരും ഇപ്പോഴും സിംഗിളാ. ടീച്ചർ സഖാവിന്റെ ബാച്ചായിരുന്നോ? അല്ല, ചെയർമാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന സമയത്ത് ടീച്ചർ അവിടെ 1st ഇയർ പഠിക്കായിരുന്നു. അന്ന് തുടങ്ങിയ പ്രണയ. ഹലോ മാം, സുഖാണോ? ആ സുഖം. ശരി എന്നാ പോട്ടെ. ഓക്കെ മാം. പിന്നീട് പുള്ളിക്കാരി ഇവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ചെയർമാൻ ഇവിടെ PG ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ അറിയുന്ന തീപാറും സഖാവായി. അല്ല, തീപാറും ചെയർമാനായി. നിറയെ നീയാണ്, ഞാനാണ് ഞാനാണ് നിന്നിൽ അലിയാൻ ഞാനാണ്, നാടാണ് നാടാണ് തമ്മിൽ ചേർന്നാളാണ്. മണ്ണിൽ എത്ര കാന്തങ്ങൾ നിന്നോട് ചേരാൻ ഞാൻ മാത്രം, വെണ്ണിൽ എത്ര മേഘങ്ങൾ നിന്നെ തഴുകാൻ ഞാൻ മാത്രം. കൂടെ പൊടുന്നോ നീ ഇനിയുള്ള നാളെ ഒരു പാതി ജീവനായി ഒരുപോലെ നീ. നീയാണ് നീയാണ് നെഞ്ചിൽ നിറയെ നീയാണ്, ഞാനാണ് ഞാനാണ് നിന്നിൽ അറിയാൻ ഞാനാണ്. ഉള്ളിൽ എത്ര ദാഹങ്ങൾ അതിൽ തീരദാഹം നീ, മാറിൽ എത്ര മോഹങ്ങൾ മോഹം തീരും നാളെത്തി. പതിയെ ചേരുന്നു ഞാൻ നീയുള്ള നാളേറെ മറുപാതിയായി നിലവിൽ നിനമായും വരെ. നീയാണ് നീയാണ് നെഞ്ചിൽ നിറയെ നീയാണ്, ഞാനാണ് ഞാനാണ് നിന്നിൽ അറിയാൻ ഞാനാണ്, നാടാണ് നാടാണ് തമ്മിൽ ചെറുനാളാണ്.
നീ തീക്കട്ട ഉരുകുന്നത് കണ്ടുണ്ടോ? ജാതി വ്യവസ്ഥകളുടെയും ബൂർഷാസികളുടെയും മുന്നിൽ ആളിക്കത്തിരുന്ന തീ ഒരു മെഴുകുതിരി നാളം പോലെ തലകുനിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? എനിക്ക് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റില്ല. എനിക്കല്ല, നമുക്ക് ആർക്കും സഖാവിനെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ല. വേണ്ട, നമുക്ക് പോവാം. നമുക്ക് ആ പഴയ സഖാവ് തന്നെ മതി. ഒരു തീയാണ് എന്ത് കാണാൻ വയ്യ. ഓ, ഒരു തീട്ടം വലിച്ചെറിയും ഞാൻ. ഇനിയെങ്ങാനും തന്നെ എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടാണ്ടല്ലോ, നിനക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ തന്തയോടും തള്ളയോടും, തന്നെങ്ങാനും അവിടെ കണ്ടു കഴിഞ്ഞാൽ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്ന്. എടാ, എപ്പോഴാണ് നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പൊ വരെ തന്നെ കുറിച്ച് കംപ്ലൈന്റ് മാത്രമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്നോട്ട് ഇന്ന് വരെ തന്നെ ശല്യം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലേ? എന്റെ ഭാര്യയുടെ ബൈക്ക് എടുത്തോളൂ. എടാ വിടറാ, വിടറാ. ആ എടുത്തു. അതൊക്കെ തെറ്റല്ലടാ, പുള്ളിയുടെ ഇഷ്ടല്ലേ. ഫിലിം റോൾ മാറി. നിന്നെ കണ്ട് രണ്ട് വർത്താനം പറയാൻ കൂടി വേണ്ടിട്ടാണോ ഞാൻ ഈ പരിപാടിക്ക് വന്നത്? താനെന്തോ വലിയ എഴുത്തുകാരനോ കവിയോ ആയെന്ന് കേട്ട് എന്ത്? തനിക്ക് പിടിക്ക്. ഇതില് അക്ഷരം തെറ്റാതെ ഞാൻ പറയേണ്ട എഴുതി കഴിഞ്ഞാ തന്നെ ഞാൻ ഇപ്പൊ കിട്ടും. ആ എഴുത്. കഠിന കഠോരമീ അണ്ടകടാഹം. എഴുതടാ. കഠോരമീ അല്ലടോ, കത്തി പോടോ. എന്തിന് ഇത്ര അധികം താക്കോല്? എല്ലാത്തിനും ചേട്ടാ, മേഡത്തിന്റെ മുറി ഏതാ? ഓക്കെ. ആ ചേട്ടാ, ഇവിടെ എങ്ങനെയാ? കപ്പിൾ ഫ്രണ്ട്ലി ആണ്? കപ്പിളുള്ളവർക്ക് ഫ്രണ്ട്ലിയാ? ഹലോ. ആ പറ. ക്യാമറമാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? ആ കല്യാണപ്പെണ്ണിനെയും ചെക്കനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ. എന്തേലൊക്കെ പറഞ്ഞു വിട്. ആ ശരി. വേഗം തുറക്കടാ. ഇതാണ് മേഡം. നിങ്ങൾ ഇത്ര വേഗം നേരത്തെ ഇറങ്ങിയോണ്ട് കുറച്ച് ലേറ്റ് ആയി. ഇല്ലല്ലോ അല്ലേ? ആ എടുത്തു. മേഡത്തിന് എന്തൊക്കെ ചെയ്യണ്ടെന്ന് അറിയാലോ അല്ലേ? എനിക്കറിയാം. ബ്രോ, ഈ മേഡത്തിന്റെ റൂം ഏതാ? മാഡത്തിന്റെ ആ ക്യാമറമാനാ? ഇത് കണ്ടിട്ട് എന്താ തോന്നണേ? മോളിലാ ലിഫ്റ്റ് ഉണ്ട്, കേറിപ്പോ. 304. അതെ, വീഡിയോ ഇപ്പൊ തന്നെ കിട്ടൂ. ഇത് പുട്ടും കുറ്റിയല്ല കുത്തിയറിന പുറത്തേക്ക് വരാൻ. ഓരോ പുട്ടും കുറ്റികളുടെ യോഗം. പക്ഷേ ഈ ഡ്രസ് സാരി പറ്റൂ? എന്താ നല്ലതല്ലേ? രസല്ലേ? പറ്റും, പക്ഷേ ചെലപ്പോ തുടങ്ങുമ്പോ ഓരോന്നോരോന്നയക്കാനായിരിക്കും. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താ നിങ്ങൾ എന്താ ആദ്യമായിട്ടാണോ? അതെ മാഡം, ഞങ്ങള് ഫസ്റ്റ് ടൈം. അത് പറ. ഞങ്ങളിത് എത്ര കാലമായി തുടങ്ങിയിട്ടെന്നറിയോ? എന്റെ ഫാമിലിയിൽ എല്ലാരും ചെയ്തു. പിന്നെ മേഡത്തിന് എനിക്കറിയാലോ, മേഡം ഫേമസ് അല്ലേ? പിന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. താനിത് എവിടെയായിരുന്നു? എത്ര നേരമായി വെയിറ്റ് ചെയ്യണു? എന്ത് കഷ്ടം അത്. ഓരോ പുതിയ ക്യാമറമാൻ. കേറി വാ. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് പോവാൻ. എടുത്തോ. പക്ഷെ തുണിയില്ലാണ്ടാണ് നമ്മളെ കുറച്ചുകൂടി രസം അല്ലേ? അതെ, ഇടിയും ചാക്കോലും മാറി തുണി കഴിപ്പിക്കണല്ലേ? അതാരാന്ന് കാണിച്ചു തരാടാ ഞാൻ. വെറുതെ നെല്ല് പെണ്ണുമ്പോൾ കാശ് നട്ടില്ല. അങ്ങോട്ട് അയക്കി അഴിക്കടി. കാശോ? നീ സംസാരിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. എന്തേ എടുക്കണില്ലേ? ചെയ്യാൻ. എടോ ഡോർ അടയ്ക്കടോ. എന്തിനാ ചേച്ചി ഡോർ അടയ്ക്കുന്നേ? ഡോറ് തുറന്നിട്ടിട്ടാണോ താൻ ഇതെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അല്ലേ? പുതിയ ക്യാമറമാനാന്ന് പറഞ്ഞപ്പോ ഇത്രയും പൊട്ടനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊട്ടനാ? ഞാൻ പ്രൊഫഷണലാ. എത്ര കൊല്ലായിന്നറിയോ ഫീൽഡില്? ഓ, ഡോറ് തുറന്നിട്ടാണോ നിങ്ങൾ ചെയ്യാറുള്ളത്? അപ്പോ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോ ഇങ്ങനെയാണോ ചെയ്യാറുള്ളത്? ഗേൾഫ്രണ്ട്? എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ല. 30-year-old virgin. സഖാവേ വാ. എന്താ സഖാവേ സൗണ്ടിന് ഒരു മാറ്റം? എന്താ വാ, മനക്കെട്ടില്ലാത്ത പിള്ളേര്. മുതലാളി എന്റെ ഗിംബൽ എടുത്തില്ല. ഗിംബല് കൂമ്പിലിടണേ പോന്നോ? മോള് പോയി, ഇനി കൈ തന്നെ ശരണം. രോമനെ
ഈ പോലീസുകാരൻ്റെ ഹീല് തീക്കന. ആ ഹീലും വെച്ചിട്ട് കാലിൻ്റെ തള്ളവരലിന് ഒരു ചവിട്ടിപ്പിടിയുണ്ട്. എന്നിട്ട് എൻ്റെ കണ്ണിന്നൊരു കണ്ണുനീര് പോലും വന്നിട്ടില്ല. ബി ബോൾഡ്. നിങ്ങളെങ്ങട്ടാ? ടെറസിലേക്ക്. അല്ല ടെറസിലേക്ക് ഇപ്പൊ പോണ്ട. അതെന്താ? അവിടെ അവള് അല്ല വാള അരിവാള്, വടിവാള്, പൊതുവാള്, കൊടുവാള്. അതിലേത് വാള്? ഇതടിവാള. അടിച്ചിട്ട് വെക്കില്ലേ വാള്. അവിടെ വൃത്തിയായിട്ടിരിക്കുക. വാ നമുക്ക് താഴെ. അതെ, നിങ്ങളുടെ ഫോട്ടോഗ്രാഫർക്ക് തുണിയില്ലാത്ത ഫോട്ടോ വേണമെന്ന്. നിങ്ങൾ എങ്ങനെയെങ്കിലും വന്നോ, ഞാൻ പോവാ. ഹലോ 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 അതെ വണ്ടി എടുക്കടോ. ഇതും കൂടി അവന്മാരെ നെഞ്ചത്തെറിയായിരുന്നു. ഹലോ ഹലോ എടാ എവിടവൻ? എടാ ഇവരുടെ ഭാര്യ ഭാര്യാന്ന് പറഞ്ഞാൽ എടാ ഇനി കവനിരിക്കണം. വാ നീ വാ. അല്ല എല്ലാം കയ്യിന്ന് പോയി. പ്രശ്നം എന്താ? വിട്ടെ, ആ കുഞ്ഞിക്കാലിന്ന് വിട്ടെ. പരശാക്കോ ഞാൻ തന്റെ കൂടെ തന്നെ നിൽക്കും. എന്തെങ്കിലും പറയാറുണ്ടോ? ആ, പറയാനുണ്ട്. എന്താ? നീയൊരു ജന. ബോധമില്ലാത്തതിന് ഭാരം കൂടുന്ന ഇപ്പഴാ മനസ്സിലായി. അപ്പൊ എന്റെ താമസത്തിന് വരില്ലേ? ഇല്ലടാ എടാ വിശാലെ, നീ അറിഞ്ഞ എന്താ ഇരയായോ? പാട്ടുകാർ പറഞ്ഞോ? പാട്ട് ഭയമില്ലാത്ത കുട്ടി തെറി കേട്ടിട്ട് മറ്റേ പാട്ടിയാന്ന് തോന്നുന്നു. നീ ആ CI ചാക്കോന്റെ ഭാര്യ എന്താ ചെയ്തേ? എടാ ഞാനല്ല ചെയ്തത്, എല്ലാം അവളാ ചെയ്തത്. എന്താടാ ചാക്കോ? ചാക്കോ സാർ, യു ആർ സോ ലക്കി സാർ. പോട്ടെ. അവിടെ കിടക്ക്. കാനഡ കണ്ണ വിളിക്കണു. നീ ഇവിടെ വന്നിരുന്നേ. Elena, Simi, Elena the bride. How are you? Yeah? എന്തൊക്കെയുണ്ട്? ഓ ഫുള്ള് ലൈറ്റ്സ് പൊളി പൊടി. ഓ എല്ലാരും വേർത്തിട്ടാണ് നിൽക്കുന്നേ. ഒറ്റയ്ക്കാണോ വന്നേ? ഹസ്ബൻഡ് ഒന്നും വന്നില്ല? അയ്യോ, ഞാൻ മാരീഡ് അല്ല. നന്നായി. വിഷ്ണുവിന്റെ ഫാമിലി? ഞാനും മാരീഡ് അല്ല. നന്നായില്ലേ? ജലന്ധർ, വിശാൽ, എല്ലാരും ഉണ്ടല്ലോ. ആരാന്നോ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട്? ആ ഒരു 4-5 ആയി. നിങ്ങൾക്കൊക്കെ അല്ലേ ഭാഗ്യം അവിടെ കല്യാണം കഴിച്ച് ഫാമിലി ഒക്കെ ആയി. നമ്മളിവിടെ വെറും ഇപ്പൊ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട്. അവന്റെ ഒരു ഡയലോഗ് കേൾക്കാനില്ലെന്നോ? $400 എയർപോർട്ട്സ് കേൾക്കാനില്ലെന്നോ? ചാരി ഞാനും കൂടി ആരോടെ ചോപ്ര കാണേ? ആരോടെ എന്നെ വിളിച്ച്? പാർട്ടി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാടാ. ഇതൊറ്റ കാരണം, ഈ പേര് കാരണം ഞാൻ നാടിന് വിട്ടത്. എന്തോട്ടാണത്?
തെണ്ടികളാരും ഇല്ല ഇവിടെ. ആരുമില്ല. നീ ഇത് ഒറ്റയ്ക്ക് പോണ്. ഏത് ഫ്ലോറിലേക്കാ? ഞാനുണ്ട്. നീ ഇത് ഏതാ പറഞ്ഞ താഴേക്ക് വാ. സ്റ്റെപ്പ് പിടിക്കാം. ഇവിടുത്തെ ലിഫ്റ്റ് കപ്പിൾ ഫ്രണ്ട്ലിയല്ല. ഇങ്ങനെ ഓടി ഞാൻ എപ്പത്താനാ? എന്താടാ മാട്ടടിയാലോ? ഏയ് രണ്ടെണ്ണായിട്ടല്ലോ. നിന്നെ ചാക്കോ അന്വേഷണം നടക്കണ്ടല്ലോ. അന്വേഷണം നടക്കുന്നത് തന്നെയാന്ന് ഇതുവരെ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാട്ടുപോത്തിന്റെ രൂപ ഉണ്ടെന്നല്ലോ മണ്ടനാ. മണ്ടനൊക്കെ തന്നെയാ. പക്ഷെ ചെറിയ മാറ്റമുണ്ട് ഇപ്പോ. നീ ഇടിയഞ്ചാക്ക ഒന്ന് കേട്ടിട്ടുണ്ടാ? ഇടിയഞ്ചാക്കാന്ന് കേട്ടിട്ടുണ്ട്. ആ ഇടിയഞ്ചാക്ക ഇവിടുത്തെ CA. ഈശ്വര മുണ്ണക്കെന്നെ കണ്ടാ മനസ്സിലാവില്ലല്ലോ. പോയി ചോദിച്ചോക്കാൻ അവനാരാ എന്റെ അപ്പനാ. നാശം കോള് വന്നില്ലല്ലോ. ഇതെപ്പോ വരാനാ? കോള് വന്നിട്ട് വേണം ഒരു കലക്ക് കലക്കാൻ. രണ്ടിനെ ഞാൻ നാറ്റിക്കുന്നുണ്ട്. ഒരു തെളിവൊന്ന് കിട്ടിക്കോട്ടെ. കോപ്പ് ഇതിപ്പോ ഞാൻ എന്തിനാ ചെവി വെച്ചേ? നീ എന്താ ഇവിടെ? ഞാൻ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വല്ല റേഞ്ചിലോടത്ത് പോയി നിക്കടാ. അല്ല നീ എന്താ ഇവിടെ? അത് എനിക്കൊരു മലം കോള് വരാണ്ട്. ഓ ശവം മാറങ്ങോട്ട്. അടി ഫ്ലാറ്റിലൊക്കെ കയറി അവിടെ പുത്രനും പിള്ളേരൊക്കെ കിടന്ന് ആ ഗലമ്പാക്കി. ആരുടെ പുത്രൻ? എടാ അൽഫോൺസ് പുത്രൻ. അല്ല നിനക്ക് അവിടെ ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്? നിനക്കെന്നെ തീരെ വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. ചെറുമനെ നീ വലിയ കൊച്ചുകാരനാന്ന് കേട്ടു. ഇവനാ? അതെ. എന്നാ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ ചോദിക്കു ബായി. ഈ ബോൾഗാട്ടി പാൽസ് അറിയോ? പറഞ്ഞു കൊടുക്ക്. എടാ ഒരു കൊച്ചിക്കാരനായ എന്നോട്, സർവോപരി സിനിമാക്കാരനായ എന്നോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണോ ഇത്? എടാ നമ്മളെ സ്ഥിരം ലൊക്കേഷൻ എന്റെ അല്ല. ആ ബോൾഗാട്ടി എന്ന് വെച്ചാൽ എന്താ? ബോൾഗാട്ടി ബോൾ ഗോട്ടി. എടാ നമ്മള് പുത്രന്റെ നമ്മളൊന്നും പറയുന്നില്ലായിരുന്നു. എടാ ആൽവിനെ എവിടെയാടാ? എത്ര നേരം ഞാൻ ബാത്റൂമിൽ വെയിറ്റ് ചെയ്യണ്. 10 മിനിറ്റ് വെയിറ്റ്. ഇപ്പൊ അവനാണ്ട് വിടാം. 10 മിനിറ്റ് കേട്ടാ? 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. ഈ കള്ളും കൊടുത്തിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് ഇത്ര വിഷമാണെന്നറിയാം. നീ എന്നെ ഇട്ടു പോരുന്നട്ടാ. അതെ എന്തെങ്കിലും എന്ത് ഞാൻ പറയാം. എന്താടാ? അതേ നിനക്ക് അവനെ ഇടിക്കണ്ടേ? കൈട്ടോ ഇതായിരിക്കണ അവനെ പിടിച്ച് 2 എണ്ണം കൊടുത്ത അവൻ പറഞ്ഞിരുന്നു എവിടെയാന്ന്. ശരിക്കും അവനറിയാം, എനിക്കറിയാം സത്യം. ചാക്കോ എന്താടാ? അവന്റെ ഒരു കൊടി എന്നാ അത് പിടി. എവിടവൻ? ആര്? എടാ തവളത്തടീനെ എവിടാ? എനിക്കെങ്ങനെ അറിയാം? സത്യം പറഞ്ഞാൽ നിന്റെ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്ന ഡിസ്റ്റർബ് ചെയ്യാ. അവൻ കുടിക്കട്ടെ. ഗുഡ് ഐഡിയ. കുടിച്ചത് പിന്നെ കുടിക്കണ്ടേ? എടാ സത്യം പറയടാ. എടാ എനിക്ക് അറിഞ്ഞൂടാ. എടാ ചാക്കോ ഇവനൊന്നും അറിയില്ല. ആളെ കിട്ടിയിട്ടുണ്ട്. ദേ അങ്ങോട്ട് നോക്കിയേ. അവനാണ് ജലന്ധർ. അവനാ? ഇവനാകെ മെലിഞ്ഞിട്ടാണല്ലോ. അവൻ തടിയനല്ലേ? എടാ അവൻ കഞ്ചാവാ. കുറഞ്ഞായിരിക്കും. ഓ ഇവനെ ഞാൻ വെറുതെ വിടില്ല. എന്ത് പറ്റി ചാക്കോ? ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. മിസ്റ്റർ ബോൾഗാട്ടി ഞാൻ തന്നെയാണ് തവളത്തടി. കഴിഞ്ഞ നിന്റെ കടി എന്താടാ? അവിടെ അടിച്ചിട്ട് ഓടിക്കളടാ പോർക്കെ. പിള്ളേരെ അടിക്കടാ. ഇല്ല അത് ശ്രദ്ധിക്കണ്ട. അവൻ വിളിച്ചാരും പോറില്ല. പണ്ടാരോടെ ഒളിച്ചൊക്കെ സ്ഥലമില്ല. ബാത്റൂമല്ലേ? കലവറ വീട്ടിലൂടെ പട്ടി. നീ എന്റെ കൂട്ടുകാരെ തല്ലൂലടാ. എനിക്ക് പ്രതികാരം ചെയ്യണടാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രതികാരം ചെയ്യാതെ പോരാടാ പട്ടി. എടാ ഇവിടെ നിന്ന നീയാ നാറാട്ടാ. ഇട്ടാലാണ് എനിക്ക് നടക്കേട്. ഒരു CA കടിക്കാൻ മാത്രം നീ വളർന്നോടാ. അതെടാ ഞാൻ CA.
അതെടാ ഞാൻ സിയ സത്യമായിട്ട് ഞാൻ സിയ നിനക്കെന്നെ അറിഞ്ഞൂടാ എന്റെ തോക്കണ്ടാ തോക്ക് കാണിച്ചടാ തിണ്ടി അറിയാടാ. ഈ പരിപാടി പറഞ്ഞപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു താനും വരുമെന്ന്. ആണോ? ശരിക്കും പറഞ്ഞ ഞാനും. ഇവൾക്കിതെന്താ? സാരല്ല, എനിക്കും ഇടയ്ക്ക് ഇതുപോലൊക്കെ തോന്നാറുണ്ട്. അത് പിന്നെ കുറെ വർഷമായില്ലേ. ആ, പണ്ടൊക്കെ എല്ലാവരും എന്നെ അരിമണിന്നാ വിളിച്ചിരുന്നത്. ആഹാ. പക്ഷെ അന്ന് വിഷ്ണു മാത്രമേ എന്നെ അരുണിമാന്ന് വിളിക്കാറുള്ളൂ. രവിയേട്ടന്റെ 6 ലിറ്റർ പാലടക്കണ്ട ഓർഡർ കൊടുത്തിട്ടുള്ളേ. അടി നിർത്തറാ, പാലട കുടിക്കേ. ഞാനിവിടെ വന്നു. നിങ്ങളെന്താ പറഞ്ഞേ? ഈ പരിപാടിക്ക് ഞാൻ വരാൻ പാടില്ലാന്ന്. കല്യാണം കഴിച്ചവർക്ക് ഈ പരിപാടിയിൽ വരാൻ പറ്റില്ലാന്ന് അല്ലേ? അവളെ ഞാൻ ഡൈവോഴ്സ് ചെയ്തുടാ. എന്നാ പിടിച്ചോ. അയ്യോ അയ്യോ രവേണ്ണ ഒന്നും ചെയ്യില്ല രവേണ്ണ. രവേണ്ണ തേക്കല, കണ്ണ് തേക്കല രവേണ്ണ. രവേണ്ണ രവേണ്ണ ഒന്നും ചെയ്യില്ല രവേണ്ണ. പച്ചമുളകാണ് പ്രയോഗം. പച്ചമുളക് ഉണ്ടല്ല. അണ്ണാ എന്താ ചെയ്യണ്ടേ? നിന്നോട് ആ 2 പാലടയിലും സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞത് എന്തായി? സ്റ്റിക്കറാ? എന്താണ്ടാ ഒട്ടിക്കാഞ്ഞേ? ഒരു മിനിറ്റ്. ഒട്ടിക്കട പൊട്ടാ. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് സ്കൂളിൽ പോലെ. ആ മേഡം, എന്താ അവിടെ പ്രശ്നം? മേഡം അവിടെ പൊരിഞ്ഞടി നടക്കാണ് മേഡം. അടിയോ? ഇവിടെ ആകെ പ്രശ്ന. അല്ല മേഡം അതെങ്ങനെയാ അറിഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. നിമ്മി വേറെ പറയണു, വീഡിയോഗ്രാഫർ വേറെ പറയണു. ഞാൻ എന്താ ഇപ്പൊ വിശ്വസിക്കുക? അവിടെ എന്തോ ആയിക്കോട്ടെ, എന്റെ ഹാർഡ് ഡിസ്ക് സേഫ് അല്ലേ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ആ ഡിസ്ക് ആ ഇവിടെ സേഫാണ് മേഡം. എന്തായാലും ഹാർഡ് ഡിസ്കിനൊന്നും പറ്റരുത്. താനത് ശ്രദ്ധിക്കണം. അല്ല നിമ്മി മേഡം അവിടുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ പോയത്. ആ അത് വിട്. ഞാൻ 2 പുതിയ പിള്ളേരെ വിടാം. അവര് നിന്റെ അടുത്ത് വന്ന് പാലട ചോദിക്കും. ഓ. നീ വേഗം ഹാർഡ് ഡിസ്ക് അവരുടെ കയ്യിൽ കൊടുത്തു വിടുക. പിന്നെ കൂടുതൽ സമയമൊന്നും അവരെ അവിടെ നിർത്തണ്ട. 2 പൊട്ടന്മാരാ. അത് പോയാൽ ഞാൻ പ്രശ്നത്തിലാവും. അതിലാണ് എന്റെ എല്ലാം ഉള്ളത്. മനസ്സിലായോ? ഹാർഡ് ഡിസ്ക് ഇവിടെ സേഫാണ് മേഡം. മേഡം പേടിക്കണ്ട, ഞാൻ വേണ്ടതുപോലെ ചെയ്തോണ്ട്. ശരി, ഓക്കെ. 2 ലോഡ് കല്ലിറക്കി ചെയ്യണം. തവളനെ പിന്നെ പിടിക്കാം. ആദ്യം ഈ മലവേടനെ പിടിക്കണം. പിടിച്ച് അവനെ ഇടിച്ച് ഇടിയൻ ചോക്കാരത്. അയ്യോ ആ സാബു കൊണ്ടുവാ, കൊണ്ടുവാടാ. ഇത് പിടിച്ചേ. വീണ്ടും ഡെലിവറി ജോലി തന്നെയാണോ? അണ്ണാ ഞാൻ പുറത്തൊക്കെ പോയി പഠിച്ചതല്ലേ, ഇനിയെങ്കിലും എന്നെ സ്മഗ്ലിങ്ങിന് കൂട്ടണ്ണ പ്ലീസ്. എടാ ഞാനും പുറത്തു പോയി പഠിച്ചെന്നെ. ഇതിലേ മരുന്ന് ചെറിയ അടകളായിട്ടിട്ടേക്കും. 2 എണ്ണം നീ രൂപേഷിന് അവിടെ കൊടുക്കണം. മറ്റേത് നീ പ്രണവിന്റെ അവിടെ 4 എണ്ണം കൊണ്ട് കൊടുക്കണം. ആ ഡീൽ. ആ ഓരോ വായറന്മാര് വന്നേക്കണത്. ഈ പോലീസുകാരെന്നെ കൊല്ലാൻ വരണേ. അയ്യോ കള്ളക്കടത്തിന് മുൻകൂർ ജാമ്യം കിട്ടും. അതൊക്കെ ഞാൻ ഡീൽ മുളകായ സാറേ. പാലടി സാറേ, പാലട. നീ എന്റെ പോലീസ് ജനസേവനതാവണ സാറേ. എന്നാ ഞങ്ങൾ വിട്ടോട്ടെ, പോയിട്ട് പണിയുണ്ടേ. സാറേ പെറ്റിയൊന്നും പറഞ്ഞു വിടല്ലോ. അപ്പൊ ശരിട്ടാ. സാറേ രവിയേട്ടന്റെ പാലടയല്ലേ? ജോസഫേ നീ ഇവിടെ ഇരിക്കട്ടെ. സാബേട്ടൻ്റെ ഒരു ഐഡിയ. ശരി തവണ. നീ ആദ്യം വണ്ടി ഒന്ന് ഓഫാക്കിയേ. സാറേ പാലടയാ. കൈക്കൊല്ലുന്നല്ലോ. ഏയ് ഒരു സന്തോഷം. പോട്ടെടാ. ശരി 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 സാറേ. ആർക്ക് സന്തോഷം. രക്ഷപ്പെട്ട. ലിമ വന്നു. അവള് പോവാറായി. ലിമയാ? പക്ഷെ ഒരു എവിടെ എന്റെ ലിമ ഇപ്പൊ ഒരു എന്ത് പറ്റി നിനക്ക്? വയ്യേ? തല ഇറങ്ങിയിട്ട് പാടില്ല. മരുന്ന് എന്തേലും ഉണ്ടോ നിന്റെ അടുത്ത്? കാറിനകത്ത ടാബ്ലറ്റ് ഇരിക്കണേ.
ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തിട്ട് വരാം. ജോയ്മോനെ, ഒന്ന് നിൽക്കോ. അതെ, അലീനയുടെ കാറിലേ മരുന്നിരിക്കുന്നുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരുമോ? പിന്നെന്താ? ഏയ് കിരാടാ, എന്താ എങ്ങോട്ടാ പോകുന്ന ഒരു മൈൻഡില്ലല്ലോ? ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജ് ചെയ്യുന്നു, റിപ്ലൈ ഉണ്ടില്ല. ലിമോ വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ഞാനല്ലേ? ആര്? ഒന്നും അറിയാത്ത പോലെ ജോക്ക് 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 കള്ളൻ. എനിക്ക് മനസ്സിലായില്ല. ലിമ ലിംസൺ ആയത് അറിഞ്ഞില്ല? ഇല്ല. എടാ നിന്റെ ലിമ തന്നെ ഈ ലിംസൺ. സ്റ്റിയറിംഗ് അവിടെ. ഓ അൽമറാസി, ഇവിടെ ഇങ്ങനെയല്ലല്ലോ. മരുന്ന് കിട്ടി. കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. ഓ ഇതാ തന്നെ. പോടാ. എന്തടാ ലിമ? എന്തുവാ? എന്തടാ? എന്റെ 5-6 വർഷം. നീ വല്ലാണ്ട് ഓവറാട്ടോ. കൂട്ടുകാരൻ കാമപ്രാന്തനായ എന്താ? പാലട നല്ല ചൂടോടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എടുത്തരാം. വേണ്ട, പാലട ഓർഡർ ചെയ്ത് ഞാനാണെങ്കിൽ അതെടുക്കാൻ എനിക്കറിയാം. അതെണ്ട തൃശ്ശൂർ അങ്ങാടിയുടെ ചരിത്രം, മനസ്സിലായരാ? പഞ്ചാര പാലട വന്നല്ലോ, ദാസേട്ടന്റെ പഞ്ചാര പാലട വന്നല്ലോ, ദാസേട്ടന്റെ പഞ്ചാര പാലട വന്നല്ലോ, മക്കളെ പാലട വന്നൂരാ. എന്തൊക്കെയായിരുന്നു ലിമ? ഇവിടെ ലിമ വന്നോ, ലിമ പോയോ, ലിമ പറക്കായിരുന്നോ? ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. എന്നെ ഉന്തിട്ടിട്ടല്ലോ പോയെ. കറി 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 കറി. നിർത്തേ. ആ എടുക്കടാ. ആ ഇനി വലിച്ചോണ്ട് കരി. നിക്ക് നിക്ക്, കത്തിക്കണ്ടേ? എന്നാ ചാവ്, വലിച്ച് ചാവ്, ചാവ് ചാവ്. എന്റെ രൂപേഷ്, നമ്മളിവിടെ മരുന്നും കാത്തിക്കുന്ന ആർക്കെങ്കിലും ചിന്തയുണ്ടാ? നമ്മളിവിടെ എന്തോ റിസ്ക് എടുത്ത് പണി ചെയ്യണേന്ന് അറിയത്. ഈ വണ്ടി ഇവിടെ കണ്ടിട്ടുണ്ടല്ലടാ. രൂപേഷ്, നമുക്കുള്ള മരുന്നോ? ഇതാ രൂപേഷ് അല്ലേ? സൗണ്ട് അറിയോ? ആ മീട്ടപ്പ മോറൻ എനിക്ക് കാണണ്ടവൻ. എന്നാലും തൊപ്പിട്ട് എടുത്താലോ? ഏയ് വേണ്ട വേണ്ട, അത് നമ്മുടെ എത്തിക്സ്. പാലടാ. അതെടുക്കണം, അതെടുക്ക്. സാബു അല്ലേ? നീ അറിയോ? സാബു അണ്ണൻ പണ്ട് കൂടെ നാളാ. വരട്ടെ, നോക്കാം. കരയില്ലടാ, കരയില്ലടാ. നീ പോലീസുകാരുടെ ലാത്തി കണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലാത്തി എന്ന് പറയുമ്പോ ഏകദേശം ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് അടിച്ചാലേ 2 വിരലിന്റെ കണത്തിലാ പാട് വീഴുക. 26 എന്റെ പുറത്തുണ്ടാവും, എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. നീ എന്തിനൊക്കെ ഇടുന്ന് കരയണേ? നീയാ താതൊരു ഫീൽഡ് ഔട്ട് ആയില്ലേ? നീ അതിന് ഫീൽഡിൽ കയറിയിട്ടില്ലല്ലോ ഔട്ടാവാൻ. നമ്മള് കുറച്ച് നാളായിട്ട് ഈ ഫീൽഡിലൊക്കെ തന്നെയാണ്. പന്ത് പറക്കൾക്ക് തോന്നുന്നു ഫീൽഡിലാണ്. താനല്ലേ പന്ത് പറക്കണം. പന്ത് പിടിച്ചതാ. സാധനം എടുത്ത് അതൊക്കെ എടുത്തേ. എന്നാ നിന്റെ സാധനം. ഇതെന്താ രാത്രി രാത്രി പാലടയല്ല, രവിയേട്ടന്റെ പാലടയാ. അതെന്താ രാത്രി ഓടിക്കുന്നേ? നീ രാത്രി ഓടിക്കാൻ രാവിലെ ഓടിച്ചോ? അതിന് രാവിലെ ഇല്ലോ. നീ ഇവിടെ ഒന്ന് രാവിലെ പാലട കുടിക്കുക. ഇവിടെ ആരെങ്കിലും ചത്ത? ഇവിടെ ആരെങ്കിലും ചത്ത പാലട കുടിക്കുക? ഇവന്റെ ആരെങ്കിലും ചത്ത് കഴിഞ്ഞാ പാലട. നിന്റെ അച്ഛൻ ചത്തപ്പോ നീ പാലട വെച്ചിട്ടുണ്ടാ? അതിന് എന്റെ അച്ഛൻ എന്നിട്ട് ആരുമല്ലോ. നീ കാര്യം പറയും. നീയേ വിയൂർ സെൻട്രൽ ജയിലുണ്ടാ? അതെ, ഞാൻ കണ്ടു. അതായത് ഈ വിയൂർ സെൻട്രൽ ജയിൽ എന്ന് ചാക്കോ, ഒരു മിനിറ്റ് വന്നേ. അതെ, ഇതൊരു ചോദ്യത്തിന് വേളയല്ല. അതിനെപ്പറ്റി ആർക്കാരും ഉത്തരം വേണ്ട ആവശ്യമില്ല. അത് ഞാൻ അതല്ല, ഞാൻ ഒരു മാസം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. കേട്ട് ഈ വിയൂര് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മാറുക്കാം. ഇവനെനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമല്ല.
സബേട്ടയില് മരുന്നാട്. അതൊക്കെ രവിയേട്ടന്റെ ഒരു ട്രിക്കാ. മരുന്നൊക്കെ അതിന്റെ ഉള്ളിലുണ്ടാ. സ്റ്റിക്കറുള്ള സ്റ്റിക്കറില്ലേ? വിമലെ ദീപ്തി മേഡം തന്ന ആദ്യ ടാസ്ക നന്നായി ചെയ്ത വെബ് സീരീസിൽ മേഡത്തിന് പിടിക്കും അല്ലെ? ഇപ്രാവശ്യത്തെ പ്രൊഡക്ഷൻ കൊള്ളാം. ലൈറ്റ് വിമലെ ഇതല്ല മേഡം പറഞ്ഞ സ്ഥലം. വിളിക്കാലേ? വിളിച്ചു. എന്നോട് രാത്രി വിളിക്കരുതെന്ന് പറഞ്ഞു. മേഡം തന്നെ ഈ പണി എങ്ങനെയൊക്കെ ചെയ്ത് നടിമാരൊന്നും കാണില്ലല്ലോ. ആ നിങ്ങളവിടെ എത്തിയോ? അല്ലെങ്കിൽ ജോലി പോവും. മേഡം ഹലോ, ഞങ്ങളവിടെ എത്തി. ആ നിങ്ങളൊരു കാര്യം ചെയ്യാ, റിസപ്ഷനിൽ പോയിട്ട് പാലട ചോദിക്കുക. പുള്ളിയെല്ലാം നോക്കിക്കോളും. പാലടയെ വളരെ സൂക്ഷിച്ചു കൊണ്ടുവരാ, കേട്ടല്ലോ? പൊന്നുപോലെ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. ഇവിടെ റിസപ്ഷനിൽ പോയിട്ട് പാലട ചോദിച്ചാ മതി. റിസപ്ഷനില് കൊല്ലെടുത്തില്ല. നീ എന്താണ് ജലക്സ്? സ്റ്റിക്കർ ഒട്ടിച്ചാലാ ലാബിലുള്ള? അതിപ്പോ സംശയം ചോദിക്കാൻ രവേട്ടനെ വിളിച്ച രവേട്ടനെ വിളിച്ച പണി പാളും. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തുറന്നിട്ടേ ഇങ്ങനെ ഇളക്കാം. അതെ, നമുക്ക് ഈ സാധനം പ്ലേറ്റ് ഒഴിക്കാം. പ്ലേറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ സാധനം കാണാലോ. പ്ലേറ്റ് വെള്ള കളറല്ലേ, അതിങ്ങനെ കാണാ. അതൊന്നും ശരിയാവില്ല. ആ നമുക്ക് റോഡിൽ ഒഴിച്ചാ മതി. റോഡ് ബ്ലാക്ക് അല്ലേ, മരുന്ന് പോയിട്ടില്ല, അപ്പൊ കാണാം. മണ്ടന്മാര്. എന്റെ രൂപ പക്ഷെ വണ്ടി മൊത്തം സ്ഥലല്ല, പിന്നെന്താ പ്രശ്നം? നമുക്ക് മരുന്ന് കിട്ടിയാ പോരെ? ബുദ്ധി ഇല്ലേ ഇവന്? എന്തേലും ചെയ്. അനിയ ഈ റിസപ്ഷൻ ആയിട്ടില്ല, കല്യാണം നാളെ. ഇനി അത് നടക്കൂന്ന് അറിയില്ല. അല്ല പാലട ഇവിടെ പാലടയാ? നോൺ വെജ് ആണോ? നാശം പിടിച്ച. ശരി സുഹൃത്തെ, ആയിക്കോട്ടെ. അയ്യോ മരുന്ന് കണ്ട, രവിയേട്ടന്റെ സൂത്രം കണ്ട, സാധനം കിടക്കണ്ട. എല്ലാം തൊലച്ച് നിറച്ചില്ലല്ലോ പറ്റിച്ചവന്മാര്. എക്സ്ക്യൂസ് മീ, പാലട അതറാ ഞാനുണ്ടാ പാലടാ, നീയൊക്കെ ഏതാ? ഒരു മിനിറ്റ്. ഇതിപ്പോ എങ്ങനെ? പുഴുങ്ങും. അയ്യോ ഫോൺ എടുക്കടാ. ഹലോ, സ്പീക്കറിലിടാ പൊട്ടാ. ഹലോ, എന്താ? പറയാ രവേട്ടാ, അത് കൊടുത്തു രവേട്ടാ. പിന്നെ സ്റ്റിക്കർ ഇട്ടിട്ട് പാലട പോയി. പച്ചമുളക് മേടിക്കേണ്ടി വരുമോ? ഇനി മുളക് രൂപേഷിന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. കൊടുക്ക ഫോൺ രവിയേട്ട. ഹലോ മരുന്നുള്ള സാധനല്ലേ, തെറ്റി റിസോർട്ടിൽ കൊടുത്തു. വെള്ളം വേണതിന് മുമ്പ് ഒന്ന് ചെല്ലടാ. നീ ആ റിസോർട്ടിലേക്ക് വേഗം ചെല്ല്. അവിടെ ചെന്നിട്ട് പാലടാന്ന് മാത്രം പറഞ്ഞാൽ മതി. ചെല്ല്. അയ്യോ മളനൊക്കെ ഇത്ര ചുട്ടുന്നിട്ടുണ്ടാവോ? അയ്യോ പോയടാ പാലടാ. അയ്യോ ഇനി ഞാൻ മരിച്ചാലും മൂത്രം ഒഴിക്കില്ല. എന്താ പറഞ്ഞ? ആരെയുണ്ട എന്നോട് പറഞ്ഞല്ലേ? അണ്ണാ എന്താ കോൾ റെക്കോർഡ് ഓണാക്കായിരുന്നു. ഒരു പൊട്ടൻ. ഹലോ മാഡം, ഞാൻ ഷാനം കണ്ടു. അല്ല അത് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്നു, ഞാൻ ഇന്റേണൽ യൂസ് ചെയ്തു, അതുകൊണ്ട് കുറച്ച് വലിപ്പം കൂടി, അത്രേ ഉള്ളൂ. പിന്നെ അതൊന്നും നോക്കണ്ട. ഒരു കാര്യമുണ്ട്, പാലട വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കൊണ്ടുവരും, കേട്ടല്ലോ? അല്ല ഞങ്ങള് ബൈക്കില് വന്നല്ലേ? നിങ്ങൾ ഇടയ്ക്ക് വെച്ച് കൊണ്ടുവാ. ഇടയ്ക്ക് വെച്ച് കൊണ്ടുവരാന് പെട്ടി വണ്ടി വിളിക്കണോ? പണ്ട് പോലെ നോക്കണെന്ന്. അതിന് എന്തിന്? വളരെ സൂക്ഷിച്ചിട്ടോ, കേട്ടോ? എന്റെ പാലടയ്ക്കൊന്നും പറ്റരുത്, അത് ഞാൻ പറഞ്ഞേക്കാം. നീ സമ്മതിച്ചോ? ഇതിന് എങ്ങനെ കൊണ്ടുപോവാ? ഇതിപ്പോ എത്ര എപ്പിസോഡാ? കൊറേ ഉണ്ടാവും. ഇനി ഇവിടെ കാവൽ നിക്കാം. മേഡത്തിനും കൂടി വിളിക്കായിരുന്നു. അയ്യോ 15 ലക്ഷം ഒരു പാലട. ഇയാളിപ്പോ എന്തിനാ വിളിക്കുന്നത്? രവിയേട്ടാ, അവിടെ മോനെ, നീ പോയിട്ട് ഇപ്പൊ കൊടുത്ത പാലടി ഉണ്ടല്ലോ, അതിപ്പോ സ്റ്റിക്കർ ഒട്ടിച്ചൊരു പാലടി ഉണ്ടാവും, അതൊന്നെടുത്ത് മാറ്റി വെക്ക്. ബെസ്റ്റ്. എന്റെ രവിയേട്ടാ, ഇവിടെ ഉള്ള ഒരു മൊലാളിയുടെ ഫ്രണ്ട്സാ.
അവന്മാരല്ലെങ്കിൽ തന്നെ ഗംഭീരടിയാ. ഇനി പാലടയുടെ കേസും പറഞ്ഞ് ഞാൻ അവന്മാരുടെ ഇടയിൽ പോയി അവന്മാരെ എന്നെ എടുത്ത് പൊത്തും. നിനക്ക് ഇടിയല്ലേ കിട്ടുള്ളൂ. അതെങ്ങനെ അവര് പൊട്ടിച്ച എന്റെ ജീവിതം തന്നെ കൂടാ. പിന്നെ രവി ഇല്ലടാ. എങ്ങനെയും മുത്തന്തി അതൊന്ന് എടുത്തു വെക്ക്. ശരി, ഞാൻ നോക്കാം. ഉറപ്പൊന്നും പറയണ്ട. ഉറപ്പ് പറയണം. അയ്യോ സംഭവം പൊട്ടാ, നീണ്ട് പൊട്ടാ, നിനക്ക് ഞാൻ ശരിയാക്കി തരാം. ഇനി ഞാൻ ഇടിവാണല്ലോ. എന്താ സാബോണ്ണ എന്നെ അങ്ങനെ നോക്കണ്? ചെറുതായിട്ട് മുളകായപ്പോ ഇങ്ങനെ. ഇനി അവിടെ പോയിട്ടേ രവിയേട്ടന്റെ മുളക് പ്രയോഗം കൂടി ആകുമ്പോ എന്തായിരിക്കും അവസ്ഥ? എന്തൊട്ടിപ്പ ചെയ്യപ്പോ? എനിക്കൊരു ഐഡിയ ഇല്ല, നീ എന്നെ പറയേ. സാവണ്ണം പറയും സാബണ്ണ. സാബണ്ണല്ല മെയിൻ ആള്. എനിക്കറിയുന്നില്ലേ. ഇത് പെടും ചെയ്തു. ഇനിയിപ്പോ രവിയേട്ടനോട് എന്താ പറയാ? നീ ഒരു ഐഡിയ പറയ്. ചെക്കിങ്ങിന് പോലീസ് ഓടിക്കുമ്പോ പാലട കൊടുക്കുക, ചെക്കിങ് കഴിയുമ്പോ വണ്ടി മാറ്റുക, ഇതൊക്കെ സാബണ്ണല്ലേ ഉണ്ടാക്കിയേ? സാബണ്ണം തന്നെ. ജോസഫേ, എണ്ണ ഒഴിക്കലടാ. എന്തുട്ട് ജോസഫ്, എനിക്കൊന്നിട്ട് അറിയാനാ. ഒരു ഐഡിയ പറയ്. എന്തുട്ട് ഐഡിയ? ഞാനൊരു കാര്യം പറയാം. അവരാ പാലട എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പാലട മാറ്റാം. അങ്ങനെ ചെയ്യാലേ? അല്ലാണ്ട് പിന്നെ എന്തുട്ട് ചെയ്യാ? ഞാൻ അങ്ങനെ ചെയ്യാം. വണ്ടി എടുക്ക. ഏവിയേട്ടനാണെങ്കിൽ കണ്ണിൽ മുളക് തേക്കാൻ ആളെ നോക്കി നടക്കാം. നേരെ പോയാ ഇടി കിട്ടും. സോജ ഇങ്ങോട്ട് വന്നേ. എന്താ സാറേ? ഈ കുടുക്കൊക്കെ ഇട്ട് സുന്ദരനുണ്ടേ. എടാ നീ പോയിട്ടേ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച പാലട പാത്രം ഉണ്ട്. നീ പോയിട്ട് എടുത്തിട്ട് വന്നേ. ഈ സമയത്താ? ഒന്നും കുഴപ്പമില്ലടാ. എന്താ പ്രശ്നം? മൊത്തത്തിൽ എല്ലാവരും വെള്ളത്തിലാ. വെള്ളത്തിലല്ലേ, എന്താ കുഴപ്പം? ഞാനല്ലേ, നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാ കുട്ടാ. എടാ മോനെ, പിന്നൊരു കാര്യം, ഞാനത് പറഞ്ഞ് നീ പറയാൻ നിൽക്കണ്ട. നീ പോയി എടുത്തിട്ട് വാ. ചെല്ലടാ, വീഴാണ്ട് പൊക്കോളൂട്ടാ. ഓമാരുടെ തല്ലും കഴിഞ്ഞിട്ടില്ല. സീറ്റിംഗ് ആയി. എന്തൊക്കെ ആവേശത്തിൽ വന്നോ. മാറിക്കോട്. ഇനി വാ. തലമുട്ടല്ലേ. ഇനി കാലി വീറ്റ് വയ്ക്കാൻ ഞാൻ വേറെ പറയണം. മനുഷ്യനെ എൻ്റെ 10 കൊല്ലത്തെ കുഴപ്പ ജലം തണ്ടി കലക്കിയത്. ഇതല്ലാട്ട ഞാൻ ഉദ്ദേശിച്ചതേ. അവനിട്ട് ഞാൻ കൊടുക്കണ്ട്. സാറേ, പാലാട റിസപ്ഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല നീ എങ്ങടാ? ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടാ? ജലന്ധർ. ജലന്ധറാ? പോട്ടെ. ഇവനെ പോലത്തെ ഏതെങ്കിലും കഞ്ചന തന്നെയായിരിക്കും. നല്ല ഫുഡ് കിട്ടിയാ മതി. കഴിച്ചിട്ടിരിക്കണ, അത് ഇടിച്ചിട്ട് കഴിക്കണം. എന്തായാലും കഴിക്കണം നമുക്ക്. ലൊക്കേഷൻ എന്തായാലും ഞാൻ തച്ചു കൊല്ലും. ഇജ്ജത് പറയും, അതെനിക്കറിയാം. വാഗുണ്ടന്മാര് എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടല്ലോ, സന്തോഷം. നീ അടിച്ചാ? വേണ്ട സാർ, ഡ്യൂട്ടി സമയത്ത് ഞാൻ കഴിക്കാറില്ല സാർ. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞാലോ? മോട്ടടി അടിക്കും. വയറ് കണ്ടില്ലേ? നല്ല നിലവുണ്ടല്ലപ്പാ. ലൊക്കേഷൻ ഇവിടെ തന്നെയാണല്ലോ കാണിക്കണത്. പൊസിഷൻ ഇനി ഇവിടെ എന്തിട്ടാ? അയ്യോ തല. ഇത്രയും റൂമുള്ള റിസോർട്ടില് എനിക്ക് കാറേ കിട്ടിയിട്ടില്ലടാ. മാമപ്പിശിക്ക മോനെ, അനക്ക് വല്ല സഹായം വേണ? വലിയ ഉപകാരം. സഹായിക്കാട്ടാ, നമ്മള് സഹായിക്കാം. ഗുണ്ടന്മാരെ സഹായിക്കട്ടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ആണാ? വണ്ടി നമ്മളെ മോളാ. ആരുടെ മോള്? ആരുടെ മോള്? ഓന്റെ കാര്യം പോയി നോക്കടാ മോളെ. നദേ, എന്നാ ഒരു ചെറുതടിക്കാം. വേണ്ട സാർ, മാനേജ്മെന്റ് പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങളുടെ പോളിസിയാണ്. ലാസ്റ്റ് വാണിംഗ് തന്നേ ഉള്ളൂ. ഈ ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അടിക്കാനുള്ള അവസരം ഉണ്ടെന്നാണ്. അങ്ങനെയാണോ? ഒരുപാട് മിസ്സായി സാർ. അയ്യോ, ഞാൻ അവന്മാരെയൊക്കെ നോക്കി വല്ല കുഴപ്പമുണ്ടെന്ന് അടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നീ ഞാൻ മിക്സ് ചെയ്ത് സാധനം അടിച്ചിണ്ടാ? വേണ്ട. കഴിച്ചിണ്ടാ? വേണ്ടാത്തോണ്ടാ. ഐ കഴിച്ചിണ്ടാ? വേണ്ടാന്ന്. അതൊന്ന് കഴിച്ചു നോക്കിട്ട് പറയും. വേണ്ട സാർ. ഓക്കെ അല്ലേ? വിട്ടോ? ഒന്നുമില്ല, പൊക്കോ. അതെ മോളെ, എന്ത് പറ്റി മോളെ? എണീക്ക് മോളെ. നിങ്ങളൊക്കെ എന്തിനെ തല്ലണേ? ഞമ്മക്കറിയില്ല. എനിക്കൊന്നും ചെയ്യാൻ എന്ത് പറ്റി? ഇക്ക, അവൻ അടിക്കില്ലെന്ന് പറ. അവൻ എന്റെ ക്ലാസ്മേറ്റാ. ക്ലാസ്മേറ്റാ? ഓനാ? അടിക്കല്ലേ.
ഇവിടെ നിൽക്കട്ടെ പിള്ളേർക്ക്. നല്ല പുള്ള. അയ്യോ അത് വീണ്ടും അയ്യോ തലകറങ്ങി വീണപ്പോ എന്നെ സഹായിച്ചതാ. വേണ്ട. എന്തായാലും ഇതല്ലേ ഞാനവിടെ കൊണ്ടുവച്ച 6 പാലടയിൽ ഒന്നെവിടെ 5 എണ്ണല്ലോ. ആ അതാ റിസപ്ഷനിൽ വെള്ളയിട്ട ഒരുത്തല്ലേ കൊണ്ടുപോകണ്ടു. അത് പോട്ടെ ദാസാ. നീ ചത്താ ഞാൻ പോട്ടെ നിൽക്കും. പാലട അങ്ങനെയല്ല കേട്ടോ ദാസനെ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല നിന്റെ ആളുകളെയൊക്കെ വിളിച്ചിരുത്തിട്ട് നീ എന്റെ കല്യാണം മുടക്കാൻ വന്നല്ലേടാ. അറിഞ്ഞോ? നന്നായി കലങ്ങണം. മയങ്ങാനുള്ള മരുന്ന അടിയൊന്ന് നിർത്തട്ടെ. ഈ അടിയൊന്ന് തീർന്നോട്ടെ. ഞാൻ ഒരു കലക്കണം. നീ അടി നിർത്താവുന്നാണോ? പറ്റിയ സമയം വേഗം ചെല്ല്. പോവല്ലേ? ആ ചെല്ല്. സമയം ഞാൻ തല്ലണില്ല. സമയം ഒരു 10. ഞാൻ തല്ലും. എനിക്കൊരു സത്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി. ബാക്കി അടിയും തല്ലലും ചാകലും എല്ലാം കേട്ടാ. ഇവനെ കൊണ്ട് എങ്ങനെ കുട്ടിപ്പിക്കും? അവക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. വെള്ളടിച്ചാലും തന്നി കൂതറയാ. അതൊന്നും നമുക്കറിയോ? എന്നെ കുടിപ്പിക്കാനും എന്നെ പെടുപ്പിക്കാനും കുറെ എണ്ണം. ഇതിന്റെ ഇടയിൽ ഒരു ബോഡി ഷെയിം നടത്തിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ ഇവളെന്നെ ഉപേക്ഷിച്ചു പോയാല് എനിക്കൊരു വിഷമമില്ല. അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. പക്ഷെ ഇവിടുത്തെ ചില ഊള നാട്ടുകാർക്കൊരു വിചാരമുണ്ട് ഞാനാണ് ഉടായ്പെന്ന്. എന്നാ അങ്ങനല്ല, ഇവളാണ് ഉടായ്പ്, ലോകം ഉടായ്പ്. അത് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവാണ്. എല്ലാരും കണ്ടോണം. ഇതാടാ എന്താണോ വിളിച്ചേ? നല്ലതാ നല്ലതാ. പക്ഷേ അത് കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ബ്ലഡി ബോഡി ഷേവർ. ഇനി ആരോടും അങ്ങനെ പെരുമാറാൻ പാടില്ല. മോശാണ്. നാറി. ഹലോ എക്സ്ക്യൂസ് മീ. എന്തേ ആ കൈ ഇങ്ങോട്ട് തന്നെ. അതെ ഇവിടെ സംഭവിച്ചൊന്നും വേറെ ആരോടും പറയരുത്, മനസ്സിലായോ? അയ്യോ സോറി. സന്തോഷം. എന്താ പേര്? ഷോജൻ. ഷോയൊക്കെ കാണിച്ചാട്ടാ. കാണിക്കാട്ടാ. സമയൊന്നുമില്ല. ഇവള് പറയടാ. നീ നാറാൻ പോടി. എന്ത് നാറാൻ? ട്രൈ അടിച്ച് ഇങ്ങനെ ഇരിക്കും. മാനേജറാണ്. പാലടയുടെ കേസ് പറഞ്ഞിട്ട് വന്നാ. പാലടയുടെ ആൾക്കാരായിരുന്നല്ലോ. അത് ഞാനിവിടെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മേഡത്തിനോട് എന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചോളൂട്ടാ. ഇതാ പാലട. ഇംഗ്ലീഷാണല്ലോ ചേട്ടാ. സ്ക്രാച്ച് ഇതന്നെ പാലടയാണ് തന്നെ. രവിയേട്ടനെ വിളിക്കാല്ലേ? അണ്ണാ എനിക്ക് നല്ല ക്യാമറ ഫേസ് ആട്ടാ. ഐ നീ അന്ന് പൊളിച്ചോക്കടേ. സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ രവിയേട്ടൻ്റെ ഒരു ബുദ്ധിയല്ലടാ. ആ നീ ഭദ്രമായിട്ട് അത് കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കണം. ഓക്കെ ഓക്കെ. ഇത് പിടിച്ചേ. ഇതിപ്പോ എന്തിട്ടാ സാധനം? സനൂപേ ഇതിന്റെ അകത്തൊക്കെ സാധനം ഒളിപ്പിച്ചിട്ടുണ്ടാവൂട്ടാ. രവിയേട്ടനാണ് ആള് പാലടയില് വരെ കഷ്ണം കഷ്ണാക്കിട്ട് കടത്തിയ ആളാ. എന്തിട്ട് ഇത് നീ നോക്കി. ഇതാണോ നിങ്ങളുടെ പാലട? ഇക്ക കേറല്ലേ? പിന്നെ ഞമ്മളല്ലാണ്ട് ആര് കേറാൻ? ഞാൻ കേറാം. ഇക്ക വണ്ടി എടുക്ക് ചെല്ല്. ഇജ്ജ് പോയി വണ്ടി ഓടിക്കടാ. എനിക്ക് ഈ വണ്ടി ഓടിക്കാറിയില്ല. ഇക്ക ഓടിച്ചാ മതി. വയ്യാത്ത ആളല്ലേ? ഇക്ക ഓടിച്ചോ. ഞാൻ അത് പോയിന്റ്. നോട്ട് ടച്ചിങ്. അതേ മോളെ സൂക്ഷിച്ചോണേ. എന്താ മോളെ ചുറ്റി വരുന്നുണ്ട്.
വാ 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 പോരെ. മുട്ടി. എന്താ? നമ്മുടെ രവിയേട്ടന്റെ പാലട. പാലട അത് കൊണ്ടുപോയില്ലോ. കൊണ്ടുപോയാ? കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളുടെ സെക്യൂരിറ്റിന്റെ പാലട കൊണ്ട ഞങ്ങൾ പോളടാ. ഞങ്ങൾക്ക് ഓൾറെഡി ഒന്ന് കിട്ടിയതാടാ. എനിക്കിനി മരുന്നൊന്നും വേണ്ട. പ്രതികാരം ഞാൻ ഇടയിൽ അവന്റെ ഫോൺ വിളി ഞാൻ വിഷ്ണു 10 കൊല്ലം നമ്മൾ വെറുതെ പാഴാക്കിയല്ലേ. അപ്പോ ഇനിയുള്ള കൊല്ലം വാ ഒരുമിച്ച് പാഴാക്കാം. ഇതിന്റെ ഇടയിലോട്ടാ നിനക്കല്ലേ കല്യാണം കളിക്കണ്ടേ? എന്റെ മരുന്ന് കുടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചാക്കോനെ കുഷാറല്ലേ എന്റെ മരുന്ന് കാണുന്നുണ്ട്. നീ ഇത് കാണാണ്ട് വെറുതെ കിടന്നു അങ്ങനെ. നിങ്ങൾ ജില്ലാ ആശുപത്രി വഴിയാണോ പോണേ? എന്താ ഇപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടാ? ഇല്ല, നാളെ ചിലപ്പോ ഉണ്ടാവും. അല്ല, ഞാനും കൂടി വന്നോട്ടെ. ആ എന്നാ പറക്കി കയറി. പുറകിലാ? മുന്നിൽ കയറി. മുമ്പിലാ? ബാക്കി കയറി പിള്ളേ. മുന്നേ കയറി പിള്ളേ. അല്ല, ഇതിപ്പോ എവിടെ ഇരിക്കണ്ടേ? അപ്പൊ ഇടയ്ക്ക് കയറോ. ഇരിക്കണ അമ്മേ, കാലൊന്നും പൊക്ക വയ്യടാ. ഇക്ക പൊക്കിക്കോളാം. എന്തൊക്കെയത്? അലീന, 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 എടാ ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിക്കടാ. അലീന, അലീന, ഡോക്ടർ എവിടെ ഉണ്ടല്ലോ? മോളെ ഹലോ. താൻ വെല്ലടിച്ചൊരുമാതിരി ഡോക്ടറെ കളിക്കരുത്. ഞാൻ ദുബായിൽ ഡോക്ടറാടാ. ഏത് ദുബായില്? നോക്കിക്കോട്ടെ. അലീന, ഹലോ ആ പേടിക്കാനൊന്നുമില്ല. ഷീസ് പ്രഗ്നന്റ്. മനസ്സിലായേ? അതെന്റെ പ്രൊഫഷണൽ സീക്രസി. കാറിൽ വെച്ച് ഞാൻ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടതാ. അവള് ഗർഭിണിയാണ്. അവള് ഗർഭിണിയാണ്. നമ്മുടെ മാക്സിയുടെ മാനം കാത്തടാ. കല്യാണം കലകി. കണ്ടാ ചതി ചതി ചതി. ഞാൻ ഈ കല്യാണാലോചന വന്ന സമയം തൊട്ട് പറയണതാണ് ഇത് വേണ്ട വേണ്ടാന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അവള് നിന്റെ കൂടെ നടന്ന് വലിപ്പിച്ചതാടാ പൊട്ടാ. ഒന്ന് നിർത്തടാ. എല്ലാവരുടെ കൂടി പറയാ പറ്റിപ്പോയി. നിനക്ക് പറ്റൂലോ. ഇതെന്റെ കൊച്ച. അവളുടെ അച്ഛന്റെ മാനം.
ബികോമാരോണ്ട് തോറ്റൂലോ എല്ലാത്തിലും നീ ഇതറിയണ്ട നമ്മൾ നാറാ മാത്രം. അല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി നിലക്കേ നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ പാലട ഇങ്ങോട്ട് കുടിച്ചാലോ ഒരു മധുരം? ദാസേട്ടാ അതേ നിങ്ങളാരെങ്കിലും കുടിച്ചാ മതി. അതില് ചെറുതായിട്ട് ജോസഫ് മയക്കുമരുന്ന് ചേർത്തുണ്ട്. ഓ വളരെ നല്ല കാര്യം കേട്ടോ. ഈ മയക്കുമരുന്ന് കടത്തിയത് ഗർഭിണികൾ കുടിച്ചാലല്ലോ. എന്തോ ചെറുതായിട്ട് മയക്കുമരുന്ന്. ചെയർമാനെ പിടിച്ചോ. ഇതല്ല അമ്മാരെ പോയി പിടിക്കണം. ബോധം വന്നവന്. എടാ അലുവിനെ പറയടാ, എനിക്കൊരു സത്യം പറയാനുണ്ടോ? സത്യം പറയടാ. എടാ അലീന അവള് ഗർഭിണിയാടാ. അവള് പ്രസവിക്കാറായി. നീ കിടന്ന് ഉറങ്ങിയോണ്ടാണിത്. ഇതറിയാത്തപ്പോ നീ മാത്രമുള്ള ഇവിടെ. അലീന ഗർഭിണി. എടാ ഞാൻ എല്ലാം കലക്കോടാ. ഇതിനി കലക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത ബാച്ചലർ പാർട്ടി കലക്കാം. അടുത്ത അതാരുടെ പാർട്ടി? നീ ബോധമില്ലാത്ത സമയത്ത് നമ്മുടെ അരുണിമി വിഷ്ണുലി ഒളിച്ചോടി പോയി. ആ പാർട്ടി. നിനക്ക് വല്ല ബോധം വേണ്ടേ? കിടന്നു. ഓ അതെ, അടി അവസാനിച്ചിട്ടില്ലേ മോനെ? പിന്നെ അടിനി തുടങ്ങാൻ പോളടാ. അണ്ണനെന്താ പറ്റിയ? അണ്ണൻ വന്നപ്പോ മുതൽ പാലട പാലട എന്ന് പറയുന്നു. കടക്കണ കണ്ടില്ലേ? ഇപ്പൊ ശരിക്ക് ടാഗഡ് പൊടി ആയിട്ടുണ്ട്. അണ്ണ അണ്ണനാരെ പണിത് അണ്ണ? പാലട പാലട. ഈ തൊള്ളയും കീറിയിരിക്കുമ്പോ പാലടാ പാലടാന്ന് പറയണ്ടല്ലോ എന്റെ അണ്ണ. എന്താണ് ദാസ്? പാലട ദാസ്. ദാസ്, പാലട ദാസ്. അവൻ ആരായിരുന്നാലും ഞാൻ ഗോട്ടിക്കടിച്ചു കൊല്ലും. പക്ഷേ ആശാന്റെ വായ എങ്ങനെ കീറിയ? ആശാൻ വണ്ടിയിൽ പോകുമ്പോ കത്തി കടിച്ചു പിടിച്ചു, വണ്ടിയിൽ നിന്ന് വീണു, വായ കീറി. അതേതായാലും നന്നായി. സാധാരണ കാലിൻ്റെ ഇടയിൽ കത്തി വെച്ചാ പോകാറ്. അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിൽ കൊതവും കീറി 2 കഷ്ണായി. എന്തായാലും 30 ലക്ഷം രൂപ പോയടാ രവിയേട്ടന്റെ കയ്യിന്ന്. അയ്യോ കഷ്ടമാ. എടാ പാർട്ടിക്കാരൻ മൊത്തം പൊക്കണം. ഇല്ലെങ്കിൽ സദ്യപ്പണി ചെയ്ത് നമ്മൾ മരിക്കും. അണ്ണാ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ വെജ് നിർത്തി നോൺ വെജ് തുടങ്ങിയാലോ? ഈ ഫോണാരുടെ? അവന്റെ ഫോണാണെങ്കിൽ കൊടുത്തകള ഞാൻ. ഈ വെജ് കഴിച്ച് മടുത്തു. എന്റെ ഹാർഡ് ഡിസ്ക്, എന്റെ കരിയർ, എന്റെ എല്ലാം പോയി. കല്യാണക്കാരെ മുഴുവനും കൊല്ലും ഞാൻ അവരെ. Kalakan poran party. ഹലോ, എന്നെ ഷാപ്പിൽ നിന്ന് അച്ഛന്റെ പറ്റില്ല, ഇനി കള്ളരാൻ പറ്റില്ല എന്ന് പറയും. ആ നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞപ്പോഴാ പുറത്തായി. എടാ അവിടെ വല്ല സാധനം ഇരിക്കണ്ട.
ആ കുടിക്ക് അപ്പൊ അത് കുടിച്ചാ മതി. ആ ഈയും കുടിക്ക്. ആ നീ വന്നാ എന്താ നിന്റെ പ്രശ്നം? നേരിൽ കണ്ടാൽ തന്ത കൈകാൽ തല്ലി ഓടിക്കും. വീട്ടിൽ ചെന്ന് കേറിയ അച്ചാർ വാരിത്തേക്കും. ഷാപ്പിന്റെ തന്ത ചൊല്ലി മലവാഴ തന്ത യോസിക്കൂടു. അടി അടിയാടി 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 അടിയാടി. At the age of 30 ജോലിയും കൂലിയുമില്ല. ആകെയുള്ള നാട്ടിൽ പൊടിച്ച് പട്ടിവില. കെട്ടി സെറ്റിൽ ആവാൻ നോക്കി മൂന്നാം വിഷം തന്നു ചൊല്ലി കുട്ടി. അടി അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി അടി ജലന്തോസ് മൂക്ക് മുട്ടാടി അടിയാടി അടി ജലന്തോസ് ബോധം പോണാടി. Hey hey cheers. Hey hey cheers. Hey cheers. ഇന്ന് നമ്മളാരെ കിട്ടും ഇവിടെ എല്ലാവരും ലൈന. ഇനി നമ്മൾ മാത്രം ബാക്കി അതെന്താ ജല. ഒളിപ്പോയതല്ല തല്ലി ഒഴിപ്പിച്ചതാണ്. ഇവിടെ വരെയും എത്തി നീ മുന്നോട്ട്. കുഞ്ഞിലുള്ള കാലം കാണാനാവും മുന്നേ ഓടിക്കോ. അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി അടി ജലന്തോസ് മൂക്ക് മുട്ടാടി അടിയാടി അടി ജലന്തോസ് ബോധം പോണാടി. Hey hey cheers. Hey hey cheers. Hey cheers. വീട്ടുകാരാശ കൊണ്ട് വളർത്തി. വീട്ടിൽ നാശം മാത്രം പരത്തി. അത് അവരുടെ മാത്രം തെറ്റാ. പെണ്ണോ പണമോ പദവിയുമില്ല. പറ്റിക്കാൻ ബുദ്ധിയുമില്ല. അതുകൊണ്ട് നമുക്ക് ടെൻഷനുമില്ല. ധൈര്യം തന്നു കൊല്ലാൻ നീയും ബലിച്ചോര തിന്നാൻ നാടും. വീട്ടിലാക്കി വിട്ടപ്പോൾ ഞാനും നിന്റെ കൂടെ കൂടി. അടി അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി അടി ജലന്തോസ് മൂക്ക് മുട്ടാടി അടിയാടി അടി ജലന്തോസ് ബോധം പോണാടി. നേരിൽ കണ്ടാൽ തന്ത കൈകാൽ തല്ലി ഓടിക്കും. വീട്ടിൽ ചെന്ന് കേറിയ അച്ചാർ വാരിത്തേക്കും. ഷാപ്പിംഗ് കേറി തന്ത ചൊല്ലി മരവാഴ തന്ത യോസിക്കൂടു. അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി ജലന്തോസ് 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 അടിയാടി ജലന്തോസ് അടിയാടി അടി ജലന്തോസ് മൂക്ക് മുട്ടാടി അടിയാടി അടി ജലന്തോസ്